والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيلي ذلكم وصاكم به لعلكم تتقون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ജീവിതത്തിലുടനീളം നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പടച്ചറപ്പിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിരോധനങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉപദേശിക്കുകയും ഈ ഉപദേശം നിറവേറ്റാനുള്ള തൗഫീഖും സന്മനസ്സും ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിരുന്നത് മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു. ഒരു രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ പറഞ്ഞിരുന്നത് ഒന്നാമതായി ഇത് അല്ലാഹുവിൻ്റെ വിധിയാണെന്ന് വിചാരിച്ച് ക്ഷമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അല്ലാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പേടിക്കുകയും അവൻ്റെ റഹ്മത്തിനെ കുറിച്ച് ആഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായി ചികിത്സ നടത്തണം എന്നാണ് നമ്മൾ പറഞ്ഞത്. നാലാമത്തത് എത്ര വലിയ രോഗമാണെങ്കിലും മരണത്തിന് കൊതിക്കാൻ പാടില്ല എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അഞ്ചാമത്തത് നിരാശപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും അഭയം തൊടാൻ പാടില്ല എന്ന് നമ്മൾ വിശദീകരിച്ചു. ആറാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് കൊടുത്തു തീർക്കാനുള്ള വല്ല ബാധ്യതകളുമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളത് കൊടുത്തു വീട്ടണം എന്ന് നമ്മൾ വിശദീകരിച്ചു. ഏഴാമത്തെ അവസാനത്തത് നമ്മൾ പറഞ്ഞിരുന്നത് വസിയത്തുകളാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വസിയത്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ സൂചിപ്പിച്ചിരുന്നത് വസിയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ വസിയത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരാറുള്ള സ്വത്തിന്റെ വസിയത്ത് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. സ്വത്തിന്റെ വസിയത്താകാം ഞാൻ ഇൻഷാ അല്ലാഹ് കാര്യം വിശദീകരിക്കുന്നത്. എന്നാൽ സ്വത്തുമായി ബന്ധപ്പെട്ട വസിയത്തിനേക്കാളേറെ പരിശുദ്ധ ഇസ്ലാമിലെ കഴിഞ്ഞുപോയ സലഫുകളുടെ വസിയത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ആദർശപരമായ കാര്യത്തിലാണ് അവർ വസിയത്ത് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് ചില വസിയത്തുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറയിലെ 132, 133 ആയത്തുകളിലൂടെ ലോകത്ത് കഴിഞ്ഞു പോയ സകലമാന സമുദായങ്ങളും ആദരിക്കുന്ന, വിശ്വസിക്കുന്ന ചില പ്രവാചകന്മാരുടെ വസിയത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ മക്കളും നടത്തിയ വസിയത്തിനെ സംബന്ധിച്ചാണ്. ഇബ്രാഹിം ഇബ്രാഹിം നബി തന്റെ മക്കളോടും യാക്കൂബ് നബിയും അവരുടെ മക്കളോട് നൽകിയ വസിയത്ത് ഇപ്രകാരമാണ്: അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു മതത്തിനെ തിരഞ്ഞെടുത്തു തന്നിട്ടുണ്ട്. അതിനാൽ മുസ്ലിങ്ങളായിക്കൊണ്ടല്ല നിങ്ങൾ മരണപ്പെട്ടു പോകരുത് എന്നാണ്. അതല്ലാതെ ഉള്ള സ്വത്ത് നിങ്ങൾ അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചല്ല. കാരണം ഇവിടെ നിന്ന് കുറച്ച് സ്വത്ത് കുറഞ്ഞാലും ബാപ്പിന്റെ ഓരി വെക്കുമ്പോ
നമുക്ക് അല്പം കുറഞ്ഞു പോയാലും നാളെ പരലോകത്ത് ഓഹരി എങ്ങാനും കിട്ടാതെ പോയാൽ അതാണ് പ്രശ്നം എന്നുള്ളത് കൊണ്ടാണ് അമ്പിയാക്കന്മാരുടെ മക്കളോട് നൽകിയ വസിയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അകുന്തു ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മരണം പിടിപെട്ടപ്പോൾ, മരണാസന്നനായപ്പോ അവിടെ നിങ്ങൾ സാക്ഷികളായിരുന്നുവോ? ഇത് ഖാലി ബനീഹി, അദ്ദേഹം ആ സന്ദർഭത്തിൽ തന്റെ മക്കളോട് പറഞ്ഞത്, മാ തഅബുദൂന മിൻ ബഅദി, ഞാൻ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ എന്തിനെയായിരിക്കും ആരാധിക്കുക, ആരെയായിരിക്കും ആരാധിക്കുക? ഖാലു, അവര് പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. ബാപ്പങ്ങൾക്ക് ധൈര്യമായി മരണപ്പെട്ടു പോകാം, കാരണം നിങ്ങൾ മരണപ്പെട്ടാൽ ഞങ്ങള് മറ്റു ബഹുദൈവ വിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ആചാരങ്ങളിലേക്കോ അല്ല ഞങ്ങൾ പോകുക. നേരെ മറിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന നിങ്ങളുടെ ഏകനായ ഇലാഹുണ്ടല്ലോ, ആ ഇലാഹ് എന്ന് പറഞ്ഞാല് ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും ഇലാഹായ ഒരു ഏകനായ ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക എന്നാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് വസിയത്ത് നൽകിയപ്പോ ആ മക്കള് അദ്ദേഹത്തോട് കൊടുത്ത ഉറപ്പ് അതായിരുന്നു. അപ്പൊ ആ രൂപത്തിലുള്ള വസിയത്തുകളാണ് സാധാരണഗതിയിൽ നമ്മൾ വസിയത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാന് അബ്ദുല്ലാഹ് ഇബ്നു അബീ ഔഫയോട് ഞാൻ ചോദിച്ചു, അല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയപ്പോൾ വല്ല വസിയത്ത് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, നബി വസിയത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഔസാ ബി കിതാബില്ലാഹ്, പ്രവാചകന്റെ വസിയത്ത് എന്ന് വെച്ചാൽ സാമ്പത്തികപരമായ വസിയത്തല്ല, മറിച്ച് എന്താണ്, അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ടാണ്, കിതാബ് കൊണ്ടാണ് മുത്തുനബി വസിയത്ത് ചെയ്തത് എന്നാണ്. അപ്പൊ ആ വസിയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണ് അത് നമ്മൾ പറയാനുള്ള വിശദീകരിക്കാനുള്ള കാരണം അതാണ്. മാത്രവുമല്ല, മഹാനായ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, മുത്തുനബി ഒരിക്കൽ ഞങ്ങളുമായി നമസ്കരിക്കുകയുണ്ടായി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് അർത്ഥവത്തായ സാരവത്തായ ഒരു ഉപദേശം നൽകുകയുണ്ടായി. ആ ഉപദേശം കേട്ടുകൊണ്ട് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കണങ്ങൾ ഒഴുകി, ഞങ്ങളുടെ മനസ്സുകളെല്ലാം പേടിച്ചു വിറച്ചു. ആ സമയത്ത് ഒരാൾ ചോദിച്ചു നബിയോട്, യാ റസൂലല്ലാഹ്, കഅന്ന ഹാദിഹി മൗഇദത്തുൽ മുവദ്ദിഈൻ, അല്ല പ്രവാചകൻ, ഇത് ഒരു യാത്ര പറയാനിരിക്കുന്ന ആളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ, നിങ്ങൾ എന്താണ് ഞങ്ങളോട് യാത്ര പറയുകയാണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ പറഞ്ഞു, അല്ല സഹാബാക്കൾ ചോദിച്ചു നബിയോട്, നബി നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അല്ലാഹു റസൂൽ പറഞ്ഞത്, ഊസിക്കും ബിത്തഖ്വല്ലാഹ്, ഞാൻ നിങ്ങളോട് പടച്ചറബ്ബിനെ പേടിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നത്. വസ്സംഇ വത്താഅ, അതേപോലെ നേതൃത്വത്തെ അനുസരിക്കണമെന്നും. നിങ്ങൾക്ക് നേതൃത്വമായി തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത് അബിസീനിയക്കാരനായ ഒരു നീഗ്രോ അടിമയാണെങ്കിലും നിങ്ങൾ അദ്ദേഹത്തിനെ പിൻപറ്റുക തന്നെ വേണം, അനുസരിക്കുക തന്നെ വേണം. ഞാൻ ഇപ്രകാരം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാനിടയാവും. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്റെ ചര്യയെയും ഖുലഫാഉ റാഷിദീങ്ങളുടെ ചര്യയുമായി നിങ്ങൾ പിന്തുടരേണ്ടത്. ആ ചര്യയെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് അത് കടിച്ചു പിടിക്കണം. നിങ്ങൾ മതപരമായ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന അനാചാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം പുത്തനാചാരങ്ങൾ മുഴുവനും അത് വഴികേടിലാണ്, വഴികേടുകൾ ചെന്ന് അവസാനിക്കുന്ന നരകത്തിലാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു റസൂൽ അവിടെയും സാമ്പത്തികമായ വസിയത്തല്ല മുത്തുനബി ഉദ്ദേശിച്ചത്. നേരെ മറിച്ച് നാളെ പരലോകത്തേക്ക് വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള വസിയത്തിനെ കുറിച്ചാണ് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബാക്കളോട് പറഞ്ഞു പോയത്. മറ്റൊരു സംഭവം ഇപ്രകാരമാണ്. മഹാനായ യസീദ് ഇബ്നു ഹബ്ബാബ് റളിയല്ലാഹു തആല പറയുന്നു, ഞാനും ഹുസൈൻ ഇബ്നു സബുറയും അംർ ഇബ്നു മുസ്ലിമും സെയ്ദ് ഇബ്നു അർഖമിന്റെ അടുക്കലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് സുഖം ഉണ്ടായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തിനെ പിടിച്ചിരുത്തി
ആ സമയത്ത് ഹുസൈൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഹുസൈൻ ഇബ്നു സബൂറ ചോദിച്ചു, സെയ്ദ്, താങ്കൾ പ്രവാചകന്റെ കൂടെ ജീവിച്ചയാളാണ്, പ്രവാചകന്റെ കൂടെ താങ്കൾ ഒരുപാട് നന്മകൾ കണ്ട വ്യക്തിയാണ്, ഞങ്ങൾ കാണാത്ത രൂപത്തിൽ, ഞങ്ങൾ കേൾക്കാത്ത രൂപത്തിലുള്ള ഒരുപാട് ഹദീസുകൾ നിങ്ങൾ പ്രവാചകനിൽ നിന്ന് കേട്ടിട്ടുണ്ട്. താങ്കൾ പ്രവാചകന്റെ കൂടെ യുദ്ധം ചെയ്തയാളാണ്, ആ പ്രവാചകന്റെ പിന്നിൽ നിന്ന് താങ്കൾ നമസ്കരിച്ചയാളുമാണ്. അത് മാത്രമല്ല, ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട് താനും. അതിനാൽ മഹാനായ സെയ്ദ്, ഹദീസിനായ സെയ്ദ്, മാ സമീഅത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ പ്രവാചകനിൽ നിന്ന് നിങ്ങൾ കേട്ട ചില കാര്യങ്ങൾ സെയ്ദ് ഇബ്നു അർഖം നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, യബ്ന അഖി, എന്റെ സഹോദരപുത്ര, എനിക്കൊരുപാട് പ്രായമായി, ഞാൻ ഒരുപാട് മറന്നുപോയി, എന്നാൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം. എന്നാൽ എനിക്ക് സാധിക്കാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ പറയണം, നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ ഒരിക്കൽ ഞങ്ങളിൽ പ്രസംഗിക്കാൻ വേണ്ടി എണീറ്റ് നിൽക്കുകയുണ്ടായി. മക്കയുടെയും മദീനയും ഇടയിലുള്ള ഹമ്മ് എന്ന് പറയുന്ന അല്പം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഞങ്ങളോട് ആ പ്രസംഗം നടത്തിയത്. അള്ളാഹുവിനെ സ്തുതിച്ചു ഹംദും സ്വലാത്തൊക്കെ ചെല്ലിയതിനു ശേഷം പ്രവാചകൻ ഞങ്ങളോട് ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാ, അമ്മാ ബഅദ് അലാ അയ്യുഹന്നാസ് ഫഇന്നമാ അന ബശറുൻ, അല്ലയോ ജനങ്ങളെ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, എന്റെ റബ്ബിന്റെ ദൂതൻ എന്റെ പക്കലേക്ക് വന്നേക്കാം, എന്ന് വെച്ചാല് ജിബ്രീൽ എന്റെ പക്കലേക്ക് വന്നേക്കാം. ഞാനിതാ നിങ്ങളില് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോവുകയാണ്. അതിലൊന്നാമത്തത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, അതിലാണ് സന്മാർഗമുള്ളത്, അത് പ്രകാശമാണ്. അതുകൊണ്ട് ഫഖുദൂ ബികിതാബില്ലാഹി, അള്ളാന്റെ ഗ്രന്ഥത്തിനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അതിനെയാണ് നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടത്. എന്നിട്ട് അള്ളാന്റെ റസൂല് ആ വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാനും അതിന്റെ ആളുകളായി മാറുവാനും ഞങ്ങളോട് പ്രേരിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഹ്ലു ബൈത്തി, എന്റെ ബന്ധുക്കൾ, എന്റെ കുടുംബക്കാർ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എന്റെ കുടുംബക്കാരെ സംബന്ധിച്ച്, എന്റെ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച്. അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചകൻ ആ വാക്ക് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഹുസൈൻ ഇബ്നു സമൂറ യസീദിനോട് ചോദിച്ചു, ആരാണ് സെയ്ദ്, ഈ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അലൈസ നിസാഉ മിൻ അഹ്ലി ബൈത്തി, പ്രവാചകന്റെ ഭാര്യമാര് പ്രവാചകന്റെ അഹ്ലു ബൈത്ത് അല്ലേ? ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസാഉ മിൻ അഹ്ലി ബൈത്തി, അദ്ദേഹത്തിന്റെ ഭാര്യമാരും അദ്ദേഹത്തിന്റെ അഹ്ലു ബൈത്ത് തന്നെയാണ്. പക്ഷേ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് സക്കാത്ത് വാങ്ങിക്കാൻ പാടില്ലാത്ത ആളുകളാണ്. നാട്ടിൽ തങ്ങൾ കുടുംബങ്ങൾ ഉണ്ടാകാറുണ്ട്, തങ്ങന്മാരുടെ കുടുംബങ്ങൾ. അവർ പറയാറുള്ളത്, ഞങ്ങളെ കുടുംബം ചെന്ന് അവസാനിക്കുന്നത് പിന്നെ പ്രവാചകന്മാരിലാണെന്നാണ്. എന്നാൽ ആ പ്രവാചകന്റെ കുടുംബക്കാരെന്ന് കൃത്യമായി പറയാൻ ഇന്ന് കൃത്യമായ രേഖകളില്ല. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, തങ്ങന്മാരാണെങ്കിലോ അവർ സക്കാത്ത് വാങ്ങിക്കാൻ പാടില്ല എന്നാണ്. പ്രവാചകൻ പറഞ്ഞത്, അത് ജനങ്ങളുടെ സമ്പത്തിന്റെ ചെളിയാണ്, അത് നിങ്ങൾ വാങ്ങിക്കരുതെന്നാണ് പ്രവാചകന്റെ കുടുംബത്തിനോട് പറഞ്ഞത്. അപ്പൊ അതാണ് പ്രവാചകന്റെ ഒരു വസിയത്ത് എന്ന് പറഞ്ഞാൽ, അതാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അതെ, സ്വഹാബക്കളും ഇപ്രകാരമായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇബ്നു ശുമാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഞങ്ങൾ ചെല്ലുകയുണ്ടായി. അദ്ദേഹം മരണാസന്നായി കിടക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ധാരാളമായി കരഞ്ഞു. മാത്രമല്ല, സഹിക്കാനാതെ വന്നപ്പോൾ ചുമരിന്റെ ഭാഗത്തേക്ക് അദ്ദേഹം മുഖം തിരിച്ചു കടന്നു. ആ സമയത്ത് അംർ ഇബ്നു ആസിന്റെ മകൻ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബത്ത, അല്ല ബാപ്പ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് ഒരുപാട് സന്തോഷവാർത്ത നൽകിയിട്ടില്ലേ, പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്, എന്തിനാണ്? ആ സമയത്ത് അദ്ദേഹം ഞങ്ങളിലേക്ക് ഇങ്ങനെ മുഖം തിരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാന് ഏറ്റവും ഒരുക്കി വെച്ച സമ്പാദ്യങ്ങൾ വെച്ചിട്ട് ഏറ്റവും വലിയ സമ്പാദ്യം എന്റെ തൊടുവല്ല, സ്ഥലമല്ല, അല്ലെങ്കിൽ എന്റെ വാഹനമല്ല. ഞാൻ പടച്ചിറപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരുക്കി വെച്ച ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വാക്യമാണ്. അതായിരിക്കണം നമ്മൾ ഒരുക്കി വെക്കേണ്ടത്. നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടി നമ്മൾ പോകുമ്പോഴേ മന്നാസന്നായി റബ്ബിന്റെ മാലാക്കമാര് വന്ന്
നമ്മുടെ ആത്മാവിനെ പിടിക്കുമ്പോൾ നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കേണ്ട സമ്പത്ത് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആ സാക്ഷ്യവാക്യങ്ങളായിരിക്കണം. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ദുനിയാവിൽ വെച്ച് സമ്പാദ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നതാണ്. അദ്ദേഹം പറയാം, എന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ആ ഘട്ടങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഞാൻ ആ കാലത്ത് ആ ഘട്ടത്തില് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് മുഹമ്മദിനെ കൊല്ലാനായിരുന്നു. ഒരവസരം കിട്ടുന്നത് ഞാൻ പാർത്തിരിക്കുകയായിരുന്നു മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അതെ, ആ സമയത്തെങ്ങാനും ഞാൻ മരിച്ചു പോവുകയാണെങ്കിലോ, ആ സമയത്ത് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ നരകത്തിൽ പെട്ടുപോകും. എന്നാൽ പടച്ചറപ്പ് എന്റെ മനസ്സിലേക്ക് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം നൽകുകയുണ്ടായി. ഞാൻ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നു. ഞാൻ നബിയോട് പറഞ്ഞു, പ്രവാചകരെ, ആ കൈകളും നീട്ടി എന്റെ പക്കലേക്ക്. പ്രവാചകൻ കൈ നീട്ടി. എന്തിനാണ്? ബയ്യത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇസ്ലാമിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു റസൂൽ കൈ നീട്ടിയപ്പോൾ അംർ ഇബ്നു ആസ് പറയുന്നു, ഞാൻ എന്റെ കൈ ഇങ്ങോട്ട് വലിച്ചു. അപ്പോൾ നബി ചോദിച്ചു, മാലക്കെ അംർ, അല്ല അംർ ഇബ്നു ആസ്, നിങ്ങൾ കൈകൾ നീട്ടാൻ വേണ്ടി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കൈകൾ നീട്ടി ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്തോ ഞാൻ കൈകൾ നീട്ടിയപ്പോൾ നിങ്ങൾ കൈകൾ വലിക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അറത്തുനശ്ചരിച്ച, എനിക്ക് നിങ്ങളോട് ഒരു നിബന്ധന കിട്ടേണ്ടതുണ്ട്. ആ നിബന്ധന നിങ്ങൾ എനിക്ക് നൽകണം, ഉറപ്പ് നിബന്ധന നൽകണം. നബി ചോദിച്ചു, തെശ്ചരിത്തു ബിമാദ, എന്ത് നിബന്ധനയാണ് ഞാൻ നിനക്ക് നൽകേണ്ടത്? എന്തുറപ്പാണ് ഞാൻ നിനക്ക് നൽകേണ്ടത്? ആ സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് പുറത്തു തരണം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പാപമോചനത്തിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ നബി എന്നോട് പറഞ്ഞു, അംർ, നിനക്കറിയില്ലേ, ഇസ്ലാമാകുന്നതോട് കൂടി ഒരാൾ മുമ്പ് കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുത്തു എന്നുള്ളത്? അദ്ദേഹത്തിന്റെ പാലായനം ഹിജ്റ എന്ന് പറയുന്നത് അതിനു മുമ്പ് കഴിഞ്ഞു പോയ സകലമായ തെറ്റുകുറ്റങ്ങളെയും ഇല്ലാതെയാക്കുമെന്നുള്ളത്? അദ്ദേഹം ചെയ്ത ഹജ്ജ് കർമ്മങ്ങൾ അതിനു മുമ്പുള്ള തെറ്റുകുറ്റങ്ങൾ ഇല്ലാതെയാക്കുമെന്നുള്ളത് നിനക്കറിയില്ലേ എന്നോട് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാം, അതിനുശേഷം ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് അള്ളാന്റെ ഹബീബിനെയാണ്. അത്രമാത്രം എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന മറ്റൊരാളുണ്ടായിരുന്നില്ല. എന്റെ ഹബീബിനോടുള്ള ഇഷ്ടകാരണത്താൽ എന്റെ ഹബീബിന്റെ കണ്ണിൽ നിറയുമായിരുന്നില്ല. എന്നുവെച്ചാൽ എന്റെ കണ്ണിലെ ഹബീബ് കൊള്ളുമായിരുന്നില്ല. അത്രമാത്രം എന്റെ ഹബീബിനോട് എനിക്ക് ബഹുമാനമായിരുന്നു. അതേ പ്രവാചകനോടുള്ള സ്നേഹം കാരണത്താൽ ആ ഹബീബിന്റെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെ, ആ സമയത്തെങ്ങാനും ആ പ്രവാചകനെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആ പ്രവാചകനെ കുറിച്ച് വിശദീകരിച്ചു തരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അത്രമാത്രം ഞാൻ വിശദീകരിക്കുന്നതിനേക്കാളേറെ ഏറ്റവും ഉന്നതമായ രൂപത്തിലാണ് പ്രവാചകനുള്ളത്. വരമുട്ടു വരാത്തിൽ കഹാൻ. അതെ, ആ സമയത്തെങ്ങാനും ഞാൻ മരണപ്പെട്ടു പോവുകയാണെങ്കിലോ, ഞാൻ സ്വർഗത്തിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ സ്വർഗത്തിലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ കാലം പിന്നെയും കഴിഞ്ഞു. മൂന്നാമത്തെ ഘട്ടം അതാ, എന്നെ ആ പ്രവാചകൻ ചില ജോലികൾക്ക് ഏൽപ്പിക്കുകയുണ്ടായി. അഥവാ പ്രവാചകന്റെ സഹാബാക്കളും ഖുലഫാഉർ റാഷിദീങ്ങളും ചില ജോലിക്ക് എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. എനിക്കറിയില്ല കാലത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. പഠിച്ചോനെ സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ എന്ന് എനിക്കറിയില്ല. അതിനാൽ ഫൈദാനമുത്തു, ഞാൻ മരണപ്പെട്ടാല് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാ. എന്റെ മരണവാർത്തയുമായി ചില മരണവാർത്ത കേട്ടാൽ കരയുന്ന ചില ആളുകളുണ്ട്. കരയാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരും ഏൽപ്പിക്കപ്പെടുന്നവരുമുണ്ട്. തീർച്ചയായും എന്റെ മരണവാർത്ത നിങ്ങൾ അറിഞ്ഞാൽ എന്റെ അടുക്കൽ കൂലിക്കാരെ കൊണ്ടുവന്ന് കരയാൻ നിങ്ങളാക്കരുത്. അതേപോലെ എന്റെ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോ തീയുമായിട്ട് മയ്യത്തിന്റെ പിന്നാലെ പോകരുത്. ജാഹിലിയത്തിലെ സമ്പ്രദായമായിരുന്നു അത്. അതേപോലെ ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ എന്നെ മറവ് ചെയ്താൽ എന്റെ ഖബറിന്റെ മേലേക്ക് നിങ്ങൾ മണ്ണ് വാരിയിടണം. എന്നിട്ട് അവിടെ നിങ്ങൾ നിൽക്കണം എന്റെ ഖബറിന് ചുറ്റും. എന്നിട്ട് ഒരൊട്ടകത്തിനെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന ആ സമയം നിങ്ങൾ എന്റെ ഖബറിന്റെ ചുറ്റും നിന്നിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ തസ്ബീഹിനെ ചൊല്ലിക്കണം. തസ്ബീഹ് പറഞ്ഞാല്, അതായത് ഒരാളെ മറവ് ചെയ്താൽ അല്ലാഹു റസൂൽ പറഞ്ഞു, മറവ് ചെയ്ത് നിങ്ങൾ മടങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ ആത്മാവിനെ പടച്ചറബ് രണ്ടാമത് ഒരിക്കൽ കൂടി കൊടുക്കും. തിരിച്ചു പോരുന്ന ആളുകളുടെ കാലിന്റെ ചെരിപ്പഴയിൽ ശബ്ദം
ഈ ഖബറിൽ കിടക്കുന്നയാൾ കേൾക്കുമെന്നാണ്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് അദ്ദേഹത്തിനോട് നിങ്ങൾ തസ്ബീഹിന് വേണ്ടി ചോദിക്കണം എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ റളിയല്ലാഹു പറയാം, ഇദാ ഖറഅ ഫിൽ മയ്യിത്തി, നബി ഒരു മയ്യത്ത് മറവ് ചെയ്ത് പിരിഞ്ഞു പോരുമ്പോ അല്ലാഹു റസൂൽ അവിടെ നിൽക്കും. എന്നിട്ട് പറയും, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിക്കുക. വസലൂ ലഹു തസ്ബീത, നിങ്ങൾ തസ്ബീഹിനെ ചോദിക്കണം. ഫഇന്നഹു ലാ യുസ്അൽ, കാരണം എന്താണ്, അയാൾ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. തസ്ബീഹ് എന്ന് വെച്ചാൽ ചോദ്യം ചെയ്യുമ്പോൾ ധൈര്യമായി നിന്ന് പറയാനുള്ള ആ ഒരു അവസ്ഥക്കാണ് തസ്ബീഹ് എന്ന് പറയാം. സ്ഥിരത, അവിടെ ധൈര്യമായി എന്ന് പറയാം. കാരണം എന്താ, നിങ്ങൾ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കറിയാം, കൊല്ലം പഠിച്ചു പോയതാണ്, മനഃപ്പാടമാക്കിയതാണ്. പക്ഷേ അത് മനസ്സിലേക്ക് ഇങ്ങോട്ട് വരണ്ടേ, അതിനെ തൗഫീഖ് എന്ന് പറയാം. ആ തൗഫീഖ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാം പഠിച്ചിട്ടുണ്ടാകും, എല്ലാം അറിഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ആ ആൻസർ എഴുതാൻ, ഉത്തരം എഴുതാൻ ചിലപ്പോൾ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ടാണ് തസ്ബീഹിനെ ചോദിക്കാൻ, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി തസ്ബീഹിനെ ചോദിക്കണമെന്ന് പ്രവാചകൻ പറയാനുള്ള കാരണം അതാണ്. തസ്ബീഹ് എന്ന് വെച്ചാൽ എന്താർത്ഥം, എന്താ ഉദ്ദേശം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ വാക്യങ്ങൾ, എങ്ങനെയാണ് മുത്തനബി അതിന്റെ വാക്യം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഏത് രൂപത്തിലുമാകാം. നമ്മുടെ നാട്ടിലൊക്കെ അല്ലാഹുമ്മ തസ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അലിഹിൻഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുൽ ആമിൻഹു. ഈ പറഞ്ഞ പ്രാർത്ഥന അതല്ല, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുൽ ബസർ. ഈ പ്രാർത്ഥന ഹദീസിൽ വന്ന ഒന്നല്ല. അതുകൊണ്ട് അത് ഹദീസിൽ വന്നതാണ് വിചാരിച്ച് എല്ലാവരും പാടില്ല. സൗദി അറേബ്യയിലേക്ക് എന്തായാലും അല്ലാഹുമ്മ തസ്ബിത്ഹു, അല്ലാഹുമ്മ തസ്ബിത്ഹു എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കില്ല. എന്നാൽ ഹദീസിൽ വന്നതല്ല എന്നുള്ള നിലയ്ക്കുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ചെല്ലാം, കാരണം അർത്ഥമുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ തസ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ ചോദ്യം ചെയ്യുമ്പോൾ ധൈര്യമായി മറുപടി പറയാനുള്ള ധൈര്യം നീ അദ്ദേഹത്തിന് കൊടുക്കണേ. അല്ലാഹുമ്മ അലിഹിൻഹുൽ ജവാബ്, പടച്ചോനെ അദ്ദേഹത്തിന് നീ ഉത്തരം തോന്നിപ്പിക്കണേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുവേ ഖബർ അദ്ദേഹത്തിന് നീ അകറ്റണേ എന്നാണ്. കാരണം എന്താ, നിങ്ങൾ നമുക്ക് പറയാൻ വിശദീകരിക്കാം. ഏതൊരു മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആ ഖബർ ഇടുങ്ങുമെന്നാണ്. ഖബറിന് ഒരു ഇടുങ്ങലുണ്ടെന്നാണ്. ആ ഖബറിന്റെ ഇടുങ്ങലിൽ നിന്ന് ലോകത്ത് ഏതെങ്കിലും ഒരാൾ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സയ്യിദ് രക്ഷപ്പെടുമായിരുന്നു എന്നാ. പക്ഷേ സയ്യിദ് പോലും രക്ഷപ്പെട്ടിട്ടില്ല എന്നർത്ഥം. ശരി, ആ ഖബറുകൾ ഇടുങ്ങുമ്പോ വാരിയലുകൾ പൊട്ടും. ആ പൊട്ടുന്ന ശബ്ദം ജിന്നുകളും മനുഷ്യന്മാരും അല്ലാത്ത സൃഷ്ടിജാലങ്ങൾ മുഴുവനും കേൾക്കും. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന അപ്രകാരമാണ്, ഖബറിൽ നടക്കുന്ന കാര്യങ്ങളും അപ്രകാരമാണ്. പ്രവാചകൻ പറഞ്ഞേ, ഒരാളെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ മാലാക്കന്മാർ ചോദ്യം ചെയ്യാൻ വേണ്ടി വരും. ആ മലക്കിന്റെ കയ്യിൽ മിസ്ബറത്തുണ്ടാവും. മിസ്ബറ മിത്തറക്ക, ഹാമർ, മാടാൻ ഉപയോഗിക്കുന്ന സാധനത്തിനാണ് മിസ്ബറ എന്ന് പറയുക. എന്നിട്ടോ ചോദ്യങ്ങൾ ചോദിക്കും, കിട്ടിയിട്ടില്ലെങ്കിൽ അടിക്കും. അടിക്കപ്പെടുകയാണെന്ന ഏറ്റവും അധികം വേദനയുള്ള ഈ ചെവിക്കുറ്റിയിലാണ് അടിക്കുക. ജീവിതത്തിൽ ഒരിക്കൽ പോലും പൊള്ളു പറഞ്ഞിട്ടില്ലാത്ത മുത്തുനബിന്റെ വാക്കാണ്. ആ സമയത്ത് അയാൾ അട്ടഹസിക്കും. ഖബറിലാണ് അട്ടഹസിക്കുകയാണ്. മനുഷ്യനല്ലാത്ത സൃഷ്ടിജാലങ്ങൾ മുഴുവനും ആ ശബ്ദം കേൾക്കും. ഇൻസാൻ, മനുഷ്യങ്ങാനും കേട്ടാലോ അവൻ ബോധം കെട്ടി വീഴുമെന്ന. അതെ, ചിലത് നമ്മൾ കേൾക്കാതിരിക്കലാ നല്ലത്, ചിലത് നമ്മൾ അറിയാതിരിക്കലാ നല്ലത്. നല്ലൊരു മനുഷ്യന്റെ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് തട്ടിൽ കിടന്നിട്ട് ആ മയ്യത്ത് വിളിച്ചു പറയുമത്ര, കത്തിമൂനി, വേഗം കൊണ്ടുപോ, വേഗം കൊണ്ടുപോ. പ്രവാചകൻ പറഞ്ഞു, അത് സ്വർഗത്തെ കണ്ടതുകൊണ്ടാണ്. അതിനാൽ നിങ്ങൾ മയ്യത്ത് വേഗം കൊണ്ടുപോകുമെന്ന് പറയാനുള്ള കാരണം അതാ. ക്രിസ്ത്യാനികൾ കൊണ്ടുപോകുന്നത് പോലെ കസേരയിലെത്തി കണ്ണടയിൽ വെച്ച് ആ സാവകാശം പാട്ടും പാടിയിട്ടല്ല മുസ്ലിമിന്റെ മയ്യത്ത് കൊണ്ടുപോകേണ്ടത്. അസിരിയോമിൽ ജനാസയുമായി നിങ്ങൾ പെട്ടെന്ന് പോകണമെന്ന് പറയാനുള്ള കാരണം അതാ. നബി പറഞ്ഞത് അതെ, സ്വർഗത്തിലേക്കുള്ളതാണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തട്ടെ. രണ്ടാമത്തെ വാക്കുകൾ നബി പറഞ്ഞത്, അതെങ്ങാനും അതല്ലാത്തതാണെങ്കിൽ നരകത്തിലേക്കുള്ളതാണെങ്കിലോ നിങ്ങളുടെ പെരടിയിൽ നിന്ന് നിങ്ങൾക്കത് ഇറക്കി വെക്കാമല്ലോ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒന്നാമത്തെ വിഭാഗത്തിന് നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ടാമത്തെ വിഭാഗം കഷ്ടമാണ്. അത് നരകത്തിലേക്കുള്ളതാണെങ്കിലോ നിങ്ങളുടെ പെരടിയിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ഇറക്കി വെക്കാമല്ലോ എന്ന. അതെ, ആ മോശമായ മനുഷ്യനെയാണ് കൊണ്ടുപോകുന്നെങ്കിൽ മയ്യത്ത് കട്ടിൽ കിടന്നിട്ട് വിളിച്ചു പറയുമ്പോൾ
നബി, നാശമേ, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? അല്ലെ ചോക്ക് നിങ്ങൾ. അതെ, എന്റെ ബാപ്പന്റെ മയ്യത്ത് എന്റെ വീട്ടിൽ നിന്ന് കുളിപ്പിച്ചിറക്കി അത് നേരെ മുറ്റത്തേക്ക് എടുത്തു വെച്ചാൽ അവിടെ വെച്ചിട്ട് ആ മയ്യത്ത് കട്ടിൽ കിടന്നിട്ട് എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ആ ബാപ്പയെങ്ങാനും വിളിച്ചു പറയുന്നത് കേൾക്കാനുള്ള ഒരു കഴിവെടുക്കുന്നുണ്ട് എങ്കിൽ എന്റെ ബാപ്പന്റെ മയ്യത്ത് ഞാൻ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകില്ല. അതിനുള്ള ധൈര്യമില്ല. എന്റെ ചോരയിൽ പിറന്ന മക്കളുടെ അപ്രകാരം പറഞ്ഞാൽ കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്റെ ജീവിതത്തിന്റെ പാതിയായ ഭാവിയുടെ മയ്യത്താണ് അപ്രകാരം വിളിച്ചു പറയുന്നതെങ്കിൽ അത് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പൊ ചിലത് നമ്മൾ കേൾക്കാതിരിക്കാ നല്ലത്, ചിലത് നമ്മളെ അറിയാതിരിക്കാ നല്ലത്. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞു വേഗം കൊണ്ടുപോ എന്ന് പറയാനുള്ള കാരണം അതാ. അതിനാൽ അതെ, ആ ഖബർ ഒന്ന് വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ, ഇവന് പുറത്തു കൊടുക്കണേ, കരുണ കാണിക്കണേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് നിർഭയത്വം കൊടുക്കണേ എന്നാണ് ഈ തസ്ബീഹിന്റെ വാക്യങ്ങളുടെ അർത്ഥമത. അതുകൊണ്ട് അങ്ങനെ ചൊല്ലുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ തസ്ബീഹിന്റെ വാക്യങ്ങൾ ഹദീസിൽ വന്നതല്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാര്യം പറഞ്ഞത്. അതിനാൽ നമ്മൾ നൽകേണ്ട വസിയത്ത് എന്ന് പറയുന്നത് ഇങ്ങനത്തെ വസിയത്തുകളാണ്. ഫാത്തിമ റളിയല്ലാഹു തആല നൽകിയ വസിയത്ത് എന്താ അറിയുന്നത്? ഞാൻ മരണപ്പെട്ടാൽ എന്നെ കുളിപ്പിക്കേണ്ടത് എന്റെ ഭർത്താവായ അലി ഇബ്നു അബീ ത്വാലിബ് ആണെന്ന. അവിടെയും സാമ്പത്തികമായ വിഷയങ്ങളല്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലവിന് ഏറ്റവും അധികം സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം പറയാം, ഞാൻ എന്റെ ഹബീബിനോട്, നബിയോട് ഉംറക്ക് പോകാൻ വേണ്ടി അനുവാദം ചോദിക്കുകയുണ്ടായി. നബി, ഞാൻ ഉംറക്ക് പോകട്ടെ. ഫാദീന, നബി എനിക്ക് അനുവാദം നൽകുകയുണ്ടായി. വഖാല, എന്നിട്ട് പോണ സമയത്ത് നബിയോട് പറയാ, ലാ തൻസാനായ ഉഖയ്യ ഫി ദുആഇക. ഉമർ, അത് പോണ സമയത്തെ ആ പ്രാർത്ഥന നിങ്ങൾ എന്നെ മറക്കരുത് എന്നാ. നോക്ക് നിങ്ങൾ, നമുക്ക് ആരോടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം, ആരോടും ആവശ്യപ്പെടാം. നമ്മളെക്കാളേറെ മുകളിലുള്ളവരോടും താഴെയുള്ളവരോടും നമ്മളെക്കാൾ നല്ലവരോടും മറ്റുള്ളവരോടും മുഴുവനും നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടാം. എന്നാൽ ഉമർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, അതെ, കലിമത്തൻ മയസുറുനി അന്നലി ബിഹാ ഫി ദുനിയ. അല്ലാഹു റസൂൽ എന്നോട് റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ആ സന്ദർഭം ഉണ്ടല്ലോ, അതാണ് ഈ ദുനിയാവ് മുഴുവൻ ലഭിക്കുന്നതിനേക്കാളേറെ എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം അതാണ്. ചിലർക്ക് അങ്ങനെയാം, ചില കാര്യങ്ങൾ അങ്ങനെയാം. അതെ, വസിയത്ത് ആവശ്യപ്പെട്ടാലും നബി നൽകാറുണ്ടായിരുന്ന വസിയത്ത് സാമ്പത്തികമായിരുന്നില്ല, സമ്പത്തിനെ കുറിച്ചിട്ടായിരുന്നില്ല. നോക്കൂ നിങ്ങൾ, അനസ് റളിയല്ലാഹു പറയുന്നു, നബിയുടെ അടുക്കലേക്ക് ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇനി ഉരീദു സഫറൻ, ഞാൻ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നു. ഫസവ്വിദിനി, നബിയെ നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും നൽകാനുണ്ടോ, എന്നോട് എന്തെങ്കിലും വസിയത്ത് പറയാനുണ്ടോ? പ്രവാചകന്റെ വസിയത്ത്, സബ്ദക്കല്ലാഹു തഖ്വ, അല്ലാഹു താങ്കൾക്ക് തഖ്വ, റബ്ബിനെ കുറിച്ചുള്ള പേടി നിങ്ങൾക്ക് അധികമാക്കി തരട്ടെ. അപ്പോൾ അനസ് റളിയല്ലാഹു പറഞ്ഞു, സിദിനി, ഇവ പിന്നെന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ പറഞ്ഞു, താങ്കളുടെ പാപം അല്ലാഹു തആല പുറത്തു തരട്ടെ. വീണ്ടും അനസ് റളിയല്ലാഹു ചോദിച്ചു, സിദിനി, ഇവ പിന്നെന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നബി പറഞ്ഞു, വയസ്സറ ലക്കൽ ഖൈറ ഹൈതുമാ കുൻത, നീ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് നന്മ എളുപ്പമാക്കി തരട്ടെ. നോക്കൂ നിങ്ങൾ, നബിയുടെ വസിയത്ത്, എവിടെയായിരുന്നാലും നന്മ നൽകുക, ഏതൊരു കാര്യത്തും നന്മയിൽ പ്രവേശിക്കുക, നമ്മൾ ഇടപെടുന്ന എല്ലാ വിഷയവും ഹൈറാവുക, ഏറ്റവും വലിയ നന്മയുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതായിരുന്നു പ്രവാചകൻ തന്റെ സ്വഹാബത്തിന് കൊടുത്തിരുന്ന പിന്നെ വസിയത്ത് എന്ന് പറയുന്നത് അതാകുന്നു. യാത്രയാക്കുമ്പോഴേ നബി നൽകാറുള്ള വസിയത്തിനെ കുറിച്ച് സഹാബത്ത് പറയുന്നുണ്ട്. അതായത് സാലിം ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു റളിയല്ലാഹു പറയാം, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റളിയല്ലാഹു തആല ഒരു യാത്ര പോകാൻ വേണ്ടി ഉദ്ദേശിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, വസിയത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ അടുത്തേക്ക് പോകോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നു റളിയല്ലാഹു തആല അദ്ദേഹത്തിന് നൽകുന്ന വസിയത്ത് ഇപ്രകാരമാണ്, പ്രവാചകനെ, ഞങ്ങൾ യാത്ര പോകുമ്പോ നബി ഞങ്ങൾക്ക് നൽകാറുണ്ട് വസിയത്ത് എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. നബി ഞങ്ങൾ യാത്ര അയക്കുമ്പോൾ പറയാറുണ്ട് എന്ന കാര്യം, അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതിമ അമലിക. അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക, ഞാൻ നിങ്ങളെ യാത്ര അയക്കുന്നത് നിങ്ങളുടെ ദീനിലായിരിക്കണം, അതേപോലെ നിങ്ങളുടെ അമാനത്തിലുമായിരിക്കണം. വഖവാതിമ അമലിക, നിങ്ങളുടെ കർമ്മങ്ങൾ ഏറ്റവും നല്ലൊരു ഖവാതിമ്, നമ്മുടെ പര്യവസാനം നല്ലതുമാവട്ടെ എന്നായിരുന്നു എന്നാണ്. അവിടെയും സാമ്പത്തികമായ കാര്യത്തിനെ കുറിച്ചുള്ള വസിയത്തല്ല നമ്മൾ കാണുന്നത്.
അതേപോലെ യാത്രയിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചും അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബൂ സുലൈമാൻ മാലിക്കുൽ ഹുവൈസ് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ നബിയുടെ അടുക്കലേക്ക് ചെല്ലുകയുണ്ടായി. ഞങ്ങളെ യുവാക്കളാണ്, നബിയുടെ കൂടെ യാത്ര പോയതാണ്. 20 ദിവസമാണ് ഞങ്ങൾ അവിടെ യുദ്ധത്തിന് വേണ്ടി താമസിച്ചത്. ഞങ്ങൾ ചെറുപ്പക്കാരായിരുന്നു, കല്യാണം കഴിച്ച് യുദ്ധത്തിന് പോയവരാ. ഞങ്ങളെ പ്രയാസങ്ങളെ കുറിച്ച് നബിക്ക് മനസ്സിലായി. കാരണം പുതിയ കല്യാണം കഴിഞ്ഞ് ഭാര്യമാരുടെ കൂടെ കൂടുതൽ കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടാതെ അല്ലാഹു റസൂൽ യുദ്ധത്തിന് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ പ്രയാസവും കൂടാതെ നബിന്റെ കൂടെ ഇറങ്ങിപ്പുറപ്പെട്ടവരാ ഞങ്ങളെ കണ്ടപ്പോൾ നബിക്ക് ആ കാര്യം മനസ്സിലായി. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങളൊക്കെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമല്ലേ? ഞങ്ങൾ പറഞ്ഞു അതെ. അപ്പൊ നബി പറഞ്ഞു, വീട്ടിലേക്ക് പോയിക്കോ. എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ച നമസ്കാരം ഉണ്ടല്ലോ, അത് വീട്ടുകാരെ കൂട്ടി നിർവഹിക്കുക. അവർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അവർ നിങ്ങൾ കൽപ്പിക്കുകയും വേണം. ഇന്ന നമസ്കാരം ഇന്ന സമയത്ത് നിർവഹിക്കുക. ഇന്ന നമസ്കാരം ഇന്ന സമയത്ത് നമസ്കരിക്കുക. അതെ, നമസ്കാരത്തിന് സമയമായാൽ നിങ്ങളിൽ നിന്നൊരാൾ ബാങ്ക് വിളിക്കുക. നിങ്ങൾ ഏറ്റവും വലിയ ആള്, ഏറ്റവും അധികം ഖുർആൻ അറിയുന്നയാള് ഇമാം നിൽക്കുക എന്ന അവിടെയും നബിക്ക് നൽകാനുള്ള വസിയത്ത് എന്ന് പറയുന്നത് പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതല്ലാതെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നില്ല, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നില്ല എന്ന് പറയാനാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം, എന്നെയും അതേപോലെ തന്നെ മുആദ് ബിൻ ജബലിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ നബിയോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ഒരു വസിയത്ത് നൽകാനുണ്ട് നിങ്ങളെ പക്കൽ. അത് നബി പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരും ഒപ്പമുണ്ടായിരിക്കണം, രണ്ടുപേരും ഒരേ രൂപത്തിലായിരിക്കണം, രണ്ടുപേരും എതിരി കാണിക്കരുത്. നിങ്ങൾ എളുപ്പമുണ്ടാക്കുക, പ്രയാസമുണ്ടാക്കുന്നവരായി മാറുന്ന അതായത് നബിക്ക് അവിടെ നൽകാനുള്ള വസിയത്തതാണ്. മഹാനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന് മരണമാസന്നമായപ്പോ ഞങ്ങൾ നബിയോട് പറയുകയുണ്ടായി, പ്രവാചകരെ, നിങ്ങൾക്ക് ഞങ്ങളോട് വല്ല വസിയത്ത് നൽകാനുണ്ടോ? ആ സമയത്ത് നബി ഞങ്ങൾക്ക് നൽകിയ വസിയത്ത് പ്രകാരമാണ്, ഊസീകും ബിസ്സാബിഖീന അവ്വലീൻ. ഞാൻ നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ ആളുകളെ പറ്റി ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. ആരാണ് ഈ സാബിഖീങ്ങൾ? ആരാണ് മുൻകഴിഞ്ഞവരാരാണ്? അത് മുഹാജിറുകളും അൻസാരികളുമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് കൊടുത്ത ഇപ്രകാരം ഒരു വർഗം വേറെയില്ല. എന്താ സർട്ടിഫിക്കറ്റ്? റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അള്ളാഹുവിനെയും. നമുക്കൊക്കെ അള്ളാഹുടെ ഇഷ്ടക്കാരോ, പക്ഷെ അള്ളാഹ്ക്ക് നമ്മോട് ഇഷ്ടമാണെന്ന് എങ്ങനെ അറിയാം? എന്നാൽ ഖുർആന്റെ സാക്ഷ്യമാണിത്. എന്ത്? റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹു തആല അവരെ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന അവരെ പറ്റിയാണ് അള്ളാഹു റസൂൽ അവർക്ക് എന്ത് ചെയ്യുന്നത്? വസിയത്ത് ചെയ്യുന്നത്. അതെ, പിന്നെ കാരണം എന്താണ് നിങ്ങൾ അതിന്റെ അതിശേഷം അഭിനായിക്കും അവിടെ മക്കൾക്കും അവർക്ക് ശേഷമുള്ള ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? നിങ്ങളുടെ ആരാധനക്രമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഫർദും ഒരു സുന്നത്ത് പോലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അതിനാൽ അവരെ നിങ്ങൾ അനുസരിക്കണം, അൻസാരികളെയും മുഹാജിറുകളെയും നിങ്ങൾ അംഗീകരിക്കണമെന്നാണ് പ്രവാചകന് പറയാനുള്ള കാര്യം. അതാണ്. അതെ, ജർമൂസുൽ ഹുജൈം റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ നബിയോട് പറഞ്ഞു, നബി ഔസിനി, നബി വല്ല വസിയത്ത് നൽകാനുണ്ടോ? ആ നബി പറഞ്ഞേ, എനിക്ക് നിന്നോട് നൽകാനുള്ള വസിയത്ത് നീ ശപിക്കുന്നവരായി മാറരുതെന്ന. ശപിക്കുന്നവരായി മാറരുത്. അതായത് എല്ലാത്തിനും ശപിക്കുക, മക്കളെ ശപിക്കുക, ഭർത്താവിനെ ശപിക്കുക, മൃഗങ്ങളെ ശപിക്കുക, അങ്ങനെ ശപിക്കുന്നവരായി മാറരുത് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ജുർമൂസുൽ ഹുജൈം റളിയല്ലാഹു തആല കൊടുത്ത വസിയത്ത് പ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ടൊരു വസിയത്ത് നൽകുന്നുണ്ട് പ്രിയപ്പെട്ട മകൾ ഫാത്തിമയോട്. അത് ഇപ്രകാരമാണ്, ഫാത്തിമ, ഞാൻ നിനക്ക് നൽകാനുള്ള വസിയത്ത്, നീ നേരം വെളുക്കുമ്പോഴും രാത്രിയായാലും വൈകുന്നേരമായാലും ഇപ്രകാരം നീ പ്രാർത്ഥിക്കണം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ്നി ശൈനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സിൻ തുർഫത ഐൻ. ഇപ്രകാരമാണ് പ്രാർത്ഥന. യാ ഹയ്യു യാ ഖയ്യൂം, അല്ലയോ ഹയ്യും ഖയ്യൂമായവനെ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യത്തിനെ കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു. അസ്ലിഹ്നി ശൈനി കുല്ല, അല്ലാഹുവേ എന്റെ കാര്യങ്ങളെല്ലാം നീ നന്നാക്കണേ റബ്ബേ. വലാ തകിൽനി നഫ്സി തുർഫത ഐൻ, പഠിച്ചോനെ എന്റെ കാര്യങ്ങളെ ഞാൻ ഈ കണ്ണ് ഇമ വെക്കുന്ന ആ സമയം
ആ സമയം പോലും നീ എന്നെ തന്നെ ഏൽപ്പിക്കല റബ്ബേ. കാരണം എന്താണ്? ഞാൻ ദുർബലനാണ്, ഞാൻ ലഈഫാണ്, ഒന്നിനും കഴിയാത്തവനാണ്. അതിനാൽ എന്റെ കാര്യം നീ എന്നെ തന്നെ ഏൽപ്പിക്കല റബ്ബേ. എത്ര സമയം കണ്ണ് ഇമ പൊട്ടുന്ന സമയം പോലും നീ എന്നെ ഏൽപ്പിക്കരുത് എന്ന ആ പ്രാർത്ഥന നമ്മളെ കാണാതെ പഠിക്കണം. രാവിലെ ആകുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആലയോട് നബി നൽകുന്ന ഒരു വസിയത്തുണ്ട്. അബൂദർ ചോദിക്കുക നബിയോട്, ഔസിനി യാ റസൂലല്ലാഹ്, നബി എന്താണ് എനിക്ക് നൽകാനുള്ള വസിയത്ത് എന്താണ്? നീ പറഞ്ഞു, ഊസിക ബിത്തഖ്വല്ലാഹ്, അള്ളാഹനെ പേടിക്കുക. ഫഇന്നഹാ റഊസു അംരിക, കാരണം എന്താണ്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. അബൂദർ ചോദിച്ചു, നബിയെ വീണ്ടും പറയാനുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അലൈക ബി തിലാവത്തിൽ ഖുർആൻ, നീ ഖുർആൻ പാരായണം ചെയ്യുക. വദിക്രില്ല, ദിക്റുള്ള ചൊല്ലുക. കാരണം എന്താണ്? ഫഇന്ന ദാലിക നൂറുൻ ഫിസ് സമാവാതി വനൂറുൻ ഫിൽ അർളി, കാരണം ദിക്റുള്ള എന്ന് പറഞ്ഞാൽ ആകാശ ലോകങ്ങളിലെയും ഭൂമിയിലെയും പ്രകാശമാണ്. പ്രവാചകരെ വീണ്ടും പറയാനുണ്ടോ? നബി പറഞ്ഞു, ലാ തുക്സിറു ലഹിക, നീ ധാരാളമായി ചിരിക്കരുത്. കാരണം എന്താണ്? അത് നിന്റെ മനസ്സിനെ അത് മരിപ്പിക്കും. മാത്രമല്ല മുഖത്തിന്റെ പ്രകാശത്തിനെ അത് കെടുത്തിക്കളയും. നബിയെ വീണ്ടും പറയാനുണ്ടോ? നീ ജിഹാദ് ചെയ്യുക. ആ ജിഹാദിന് പോകുന്ന ആളുകളാണ് എന്റെ ഉമ്മത്തികളിലെ പുരോഹിതന്മാർ. പ്രവാചകരെ വീണ്ടും പറയാനുണ്ടോ? അതെ, നീ നന്മയിലല്ലാതെ മിണ്ടാതിരിക്കുക, കൂടുതൽ സംസാരിക്കാതിരിക്കുക. കാരണം എന്താണ്? സംസാരത്തിന്റെ ആധിക്യം അത് പിശാചിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഇവയെ വീണ്ടും പറയാനുണ്ടോ? നീ പറഞ്ഞു, നീ ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിന്നേക്കാളെ താഴെയുള്ളവരിലേക്ക് നോക്കണം, നിന്നേക്കാളെ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. കാരണം എന്താണ്? അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കാൻ നിനക്ക് ഏറ്റവും നല്ലത് അതാണ്. നബിയെ വീണ്ടും എന്നോട് പറയാനുണ്ടോ? ഈ പറഞ്ഞു, നീ നിന്റെ കുടുംബ ബന്ധങ്ങളെ ചാർത്തുക. അവർ നിന്നോട് മുറിക്കുകയാണെങ്കിൽ, മറ്റുള്ളവർ കുടുംബബന്ധം ചാർത്താൻ ആഗ്രഹിക്കുന്നില്ല, അവർ കുടുംബബന്ധം മുറിക്കുകയാണെങ്കിലും നീ അവരോട് കുടുംബബന്ധം ചാർത്തണം. ഞാൻ ചോദിച്ചു, പിന്നെ എന്തെങ്കിലും പറയാണ്ട് നബിയെ? നീ പറഞ്ഞു, റബ്ബിന്റെ വിഷയത്തിന് ഒരാളെയും പേടിക്കാതിരിക്കുക, അള്ളാഹുവിന്റെ വിഷയത്തിന് ഒരാളെയും പേടിക്കരുത്. പ്രവാചകരെ വീണ്ടും പറയാനുണ്ടോ? അപ്പോൾ യുസഫ പറഞ്ഞു, യുഹിബ്ബുലിന്നാസി മാ യുഹിബ്ബു ലിനഫ്സിക, നീ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടപ്പെടുക. എന്താണ് നീ നിനക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്? മറ്റുള്ളവർക്ക് ആഗ്രഹിക്കുക. നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം ഏതാണോ അത് നീ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക എന്നായിരുന്നു അല്ലാഹു റസൂല് മഹാനായ അബൂദർ ഗിഫാരിക്ക് നൽകിയ വസിയത്ത്. അതേപോലെ സയ്യിദ് ബിൻ യസീദ് അൽ-അസ്ദി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്ത വസിയത്ത് പ്രകാരമാണ്, ഊസിക തസ്തഹിയ മിനല്ലാഹി അസ്സ വജല്ല കമാ തസ്തഹി മിൻ റജുലി സ്വാലിഹി മിൻ ഖൗമിക, നീ നിന്റെ നാട്ടിലെ നല്ലവരായ ആളുകളിൽ നിന്ന് അവർ നിന്റെ ഒരു മോശമായ കാര്യം കാണാൻ ആഗ്രഹിക്കുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത് എപ്രകാരമാണ് നാണിക്കുന്നത്, അതേപോലെ പടച്ചറബിൽ നിന്ന് നാണിക്കണം. പടച്ചറബിനോട് നാണിക്കണം. റബ്ബ് നിന്റെ ആ മോശമായ കാര്യം കാണാൻ നീ ഒരിക്കലും ആഗ്രഹിക്കരുത്, ഇഷ്ടപ്പെടരുത്. മഹാനായ അബ്ദുറഹ്മാൻ സൗമർ റളിയല്ലാഹു അൻഹു പറയാം, നബി എന്നോട് രണ്ട് കാര്യങ്ങളാണ് വസിയത്ത് നൽകിയത്. ഒന്നിപ്രകാരമാണ്, ഒരിക്കലും ഒരു ജോലി നീ ചോദിച്ചു വാങ്ങരുത്. കാരണം എന്താണ്? ജോലി ചോദിച്ചു വാങ്ങിയാൽ, സ്ഥാനമാനങ്ങൾ ചോദിച്ചു വാങ്ങിയാൽ പടച്ചറബ് ഒരിക്കലും നിന്നെ സഹായിക്കുകയില്ല. നേരെ മറിച്ച് ചോദിക്കാതെ നിനക്ക് ജോലി കിട്ടുന്നെങ്കിലോ അവിടെ റബ്ബിന്റെ സഹായം നിനക്കുണ്ടായിരിക്കും. അതേപോലെ നീ ഒരു സത്യം ചെയ്യുകയുണ്ടായി, ആ സത്യം ചെയ്തപ്പോൾ അതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം നീ കണ്ടെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിലോ ആ സത്യത്തിൽ നിന്ന് നീ മാറാൻ വേണ്ടി നീ ശപഥലംഘനം നടത്തുമ്പോൾ നീ പ്രായശ്ചിത്തം കൊടുക്കണം. എന്താണ് സത്യത്തിന്റെ പ്രായശ്ചിത്തം? എന്താണ്? ഒന്നുകിൽ 10 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കലാണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ അവർക്കുള്ള വസ്ത്രം കൊടുക്കലാണ്, അതല്ലെങ്കിലോ ഒരു അടിമയെ മോചിപ്പിക്കലാണ്, അതുമല്ലെങ്കിൽ 3 ദിവസം നോമ്പ് നോൽക്കലാണ്. വിശുദ്ധ ഖുർആന് സൂറത്ത് അഅറാഫിലൂടെ പറയുന്ന കാര്യമാണത്. അതിനാൽ അപ്രകാരം നീ ചെയ്യുക. എന്നിട്ടോ അതിനേക്കാൾ ഉത്തമമായതിലേക്ക് ആ സത്യത്തെ നീ തിരിക്കുക എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. വാദ് ജബലിനോട് നബി പറഞ്ഞ വസിയത്ത് പ്രകാരമാണ്, വാദ് റബ്ബിനെ പേടിക്കുക, സത്യസന്ധമായി മാത്രം നല്ലത് മാത്രം സംസാരിക്കുക, സത്യം മാത്രം പറയുക, കരാറ് പാലിക്കുകയും ചെയ്യുക എന്നാണ്. മഹാനായ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറയാം, ഊസിക ബിത്തഖ്വല്ലാഹ് വസ്സമഇ വത്താഅ, ഉബാദ നിന്നോട് ഞാൻ പടച്ചറബിനെ പേടിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യുകയാണ്. അതേപോലെ നേതൃത്വത്തെ അനുസരിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും വേണം. എല്ലാ സന്ദർഭത്തിലും
നിനക്ക് സന്തോഷമുണ്ടാകുന്ന വിഷയത്തിലും പ്രയാസമുണ്ടാകുന്ന വിഷയത്തിലും വെറുപ്പുണ്ടാക്കുന്ന കാര്യത്തിലുമൊക്കെ നീ അനുസരിക്കണമെന്നാണ്. മഹാനായ പ്രവാചകന്റെ മറ്റൊരു വസിയത്ത് പ്രകാരമാണ്. ഉമ്മ പറയാം, അല്ലാഹു റസൂല് പ്രവാചകന്റെ കുടുംബത്തിന് നൽകാനുള്ള വസിയത്ത് ഇപ്രകാരമായിരുന്നു: നിങ്ങൾ ഒരിക്കലും തീയിലിട്ട് കരിക്കപ്പെട്ടാലും അവയവങ്ങൾ ഓരോന്നായി മുറിക്കപ്പെട്ടാലും റബ്ബിൽ നിങ്ങൾ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. കാരണം എന്താണ്? ശിർക്ക് ചെയ്താൽ അവന്റെ ശാശ്വതമായ മടക്കം എന്ന് പറയുന്നത് അത് ശാശ്വതമായ നരകത്തിലേക്കാണ്. അതിനാൽ അവയവങ്ങൾ ഓരോന്നായി മുറിക്കപ്പെട്ടാലും തീയിലിട്ട് കരിക്കപ്പെട്ടാലും ശിർക്ക് ചെയ്യരുത്. രണ്ടാമത്തത്, യുദ്ധക്കളത്തിൽ വെച്ച് പിന്തിരിഞ്ഞോടാൻ പാടില്ല. ആളൊക്കെ ഓടിപ്പോയി വിചാരിക്ക് നീ മാത്രമായി. എന്നിരുന്നാലും നീ ഒരിക്കലും ഓടിപ്പോകരുത്, ധൈര്യമായി നിൽക്കണം. മൂന്നാമത്തത്, മാതാപിതാക്കൾ അനുസരിക്കണം. ആ മാതാപിതാക്കൾ നിന്റെ സമ്പത്ത് മുഴുവൻ കൊണ്ടുപോയാലും നിന്നോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞാലും മാതാപിതാക്കൾക്ക് വേണ്ടി നീ ഇറങ്ങണം. നാലാമത്തത്, മനഃപൂർവ്വം നീ ഒരിക്കലും നമസ്കാരം ഒഴിവാക്കരുത്. കാരണം ആരെങ്കിലും ഒരാൾ മനഃപൂർവ്വം നമസ്കാരം ഒഴിവാക്കിയാൽ അവനുമായി പടച്ചറബിന് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. അഞ്ചാമത്തത്, കള്ളിനെ നീ സൂക്ഷിക്കണം, കള്ളു കുടിക്കരുത്. കാരണം എന്താണ്? കാരണം അതാണ് എല്ലാ തിന്മകളുടെയും ചാവിയത. ആറാമത്തത്, പാപങ്ങളെ നീ സൂക്ഷിക്കണം. കാരണം അത് പടച്ചറബിന് കോപം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏഴാമത്തത്, നേതൃത്വത്തിനോട് നീ തർക്കിക്കരുത്. ആ നേതൃത്വത്തിന് ഏറ്റവും അവകാശപ്പെട്ട നീയാണെന്ന് നിനക്ക് തോന്നിയാലും. എട്ടാമത്തെ അവസാനത്തത്, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിക്കണം. അവരെ ശാസിക്കേണ്ടത് ശാസിക്കാനും അതേപോലെ ശിക്ഷിക്കേണ്ടത് ശിക്ഷിക്കാനും അവരോട് മാന്യമായി പെരുമാറേണ്ടടുത്ത് അത് നിനക്ക് കൊണ്ട് സാധിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂല് തന്റെ കുടുംബത്തോട് നൽകാനുള്ള വസിയത്തായിരുന്നു. മറ്റൊരു വസിയത്താണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം, ഒരു യാത്ര പോവുകയാണെങ്കിൽ നബി പറയാറുണ്ട്, നബിയോട് ചോദിക്കാൻ നീ പറയും, നിങ്ങളോട് ഞാൻ അള്ളാഹിനെ ഭയപ്പെട്ടു ജീവിക്കാൻ വസിയത്ത് ചെയ്യുകയാണ്. അതേപോലെ ഉയർന്നു നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കയറുമ്പോ, നമ്മൾ യാത്ര പോകുമ്പോ കയറ്റം ഇറക്കം ഉണ്ടാവുമല്ലോ, കയറ്റത്തിൽ പോവുകയാണെങ്കിലോ നിങ്ങൾ തക്ബീറുകൾ ചെല്ലണം. ഇറക്കത്തേക്ക് പോവുകയാണെങ്കിലോ സുബ്ഹാനല്ലാഹ് പറയണം എന്നും അള്ളാഹു റസൂലിന്റെ വസിയത്തായിരുന്നു. അതേപോലെ നിർസാദം പ്രാർത്ഥിക്കും, അള്ളാഹുവേ ഇയാൾക്ക് ഭൂമിയെ നീ അദ്ദേഹത്തിന് ദൂരത്തിനെ നീ അടുത്താക്കി കൊടുക്കണേ റബ്ബേ, അതിന് യാത്ര നീ എളുപ്പമാക്കി കൊടുക്കണേ എന്ന് അള്ളാഹു റസൂല് പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ പ്രസിദ്ധരായ സഹാബാക്കളുടെ വസിയത്ത്, മന്നാസിനെ കിടക്കുന്ന സഹാബാക്കളുടെ വസിയത്ത്, ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്രകാരം തന്നെയായിരുന്നു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയിൽ കുത്തിയേറ്റ് കിടക്കുന്ന സന്ദർഭം മഹാനായ ജുവൈരിയ ഇബ്നു ഖുദ്ദാമ പറയുന്നുണ്ട്, ഞാന് ഹജ്ജിന് പോയ വർഷമായിരുന്നു ആ സംഭവം. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോവുകയുണ്ടായി. ആ സമയത്ത് ഉമർ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരു കോഴി വന്നിട്ട് എന്നെങ്ങനെ കൊത്തുകയാണ്, ഒന്നോ രണ്ടോ കൊത്തുകൾ എന്നെ കൊത്തുകയുണ്ടായി. അതെ, അതാണ് ഉമർ കണ്ട സ്വപ്നം എന്ന് പറയുന്നത്. അത് ആ കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നിട്ടോ മന്നാസിനെ കിടക്കുന്ന ഉമറിന്റെ അടുക്കലേക്ക് ആദ്യമായി കടന്നു ചെല്ലുന്നത് പ്രവാചകന്റെ സഹാബാക്കളാണ്, ശേഷം മദീനക്കാരാണ്, പിന്നെ സിറിയക്കാരാണ്, പിന്നെ ഇറാഖുകാരാണ്. അവരുടെ കൂടെയാണ് ഞാനും കടന്നു ചെന്നത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അടുക്കലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ ഉമർ അങ്ങനെ പോയിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല കറുത്ത ചാടുകൊണ്ട് വയറിങ്ങനെ കെട്ടിയിട്ടുണ്ട്. കാരണം നിങ്ങള് കുടൽമാർഗ് പുറത്തു വന്നതാണ്. ആ കുടൽമാർഗ് പുറത്തു വന്നപ്പോൾ കുടല് പുറത്തു വന്നിട്ടുണ്ടോ എന്നറിയാൻ അവരുടെ നാടുവൈദ്യൻ പറഞ്ഞ ചികിത്സയാണ് കുറച്ച് ജ്യൂസ് കൊടുത്തു വെക്കാൻ വേണ്ടി. ആ ജ്യൂസ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലോ അതിനർത്ഥം കുടൽമാർഗ് വേറിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ജ്യൂസ് കൊടുത്തു. ആ ജ്യൂസ് പുറത്തേക്ക് ഒഴിക്കുന്നത്. ആ സമയത്തും അദ്ദേഹത്തോട് ഞങ്ങള് ചില വസിയത്ത് ഒലിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം വസിയത്തും കാര്യങ്ങള് മഹാനായ ജുവൈരിയത്ത് ഇബ്നു ഖുദ്ദാമ പറയാം, ഞങ്ങളല്ലാതെ സമയത്ത് ഉമറിനോട് വസിയത്തായി ചോദിച്ചിട്ടില്ല. എന്നിട്ടോ ഞങ്ങൾ അദ്ദേഹം നൽകിയ വസിയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അലൈക്കും ബികിതാബില്ല, നിങ്ങൾ അള്ളാഹിന്റെ ഗ്രന്ഥമനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ വഴിവെച്ചു പോകുമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഇവർക്കൊക്കെ സാമ്പത്തികമായി എന്തൊക്കെ പറയാനുണ്ടായിരിക്കും. അവർക്ക് മക്കളില്ലാത്തത് കൊണ്ടാണോ? മക്കളെ പറ്റി പറയാനുണ്ടായിരിക്കില്ലേ? ഭാര്യമാരെ കുറിച്ച് പറയാനുണ്ടായിരിക്കില്ലേ? പേരമക്കളെ കുറിച്ച് പറയാനുണ്ടായിരിക്കില്ലേ? പക്ഷെ അവരൊന്നും അതല്ല കാര്യമായി എടുത്തത്. നേരെ മറിച്ച് എന്താണ്, നാളെ പരലോകത്തേക്കുള്ള ശാശ്വതമായ ജീവിതത്തിനെ കുറിച്ചാണ് അവരെങ്കിലും പറഞ്ഞത്. ഉമറുള്ളവനും പറഞ്ഞതാണ്, നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ. കാരണം എന്താണ്, ഇല്ലെങ്കിൽ നിങ്ങളെ വഴിവെച്ചു പോകുമെന്നാണ്.
ഞങ്ങൾ വീണ്ടും പറഞ്ഞു ഞങ്ങളോട് വസിയത്ത് ചെയ്യാനുള്ള എന്താണ്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അൻസാരികളെ കുറിച്ചും മുഹാജിറുകളെ കുറിച്ചുമാണ് എനിക്ക് നിങ്ങൾ വസിയത്ത് നൽകാനുള്ളത്. കാരണം മുഹാജിറുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അൻസാരികളെ പറ്റി നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. കാരണം അവർ ഇസ്ലാമിലെ ചില കക്ഷികളാണ്. അതെ, അവര് അറബികളെ കുറിച്ച് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട്, അഥവാ അതും ഭൗതികപരമായ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടായിരുന്നില്ല, നേരെ മറിച്ച് മതപരമായ നാളെ പരലോകത്തുള്ള കാര്യങ്ങൾ എളുപ്പമാക്കാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു അവിടെയും വസിയത്തത. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഈ രൂപത്തിലുള്ള വസിയത്തുകളായിരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാം, അതായത് മൈമൂന ബിൻ മഹ്റാൻ പറയുന്നുണ്ട്, ഞാൻ ഇബ്നു അബ്ബാസിന്റെ കൂടെ 20 കൊല്ലം ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് മരണാസന്നനായപ്പോൾ ഞാൻ അവിടെ ചെല്ലുകയുണ്ടായി. ഞാൻ പറഞ്ഞു, എനിക്ക് വസിയത്ത് നൽകാനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിന്നോട് 3 കാര്യം പറയാനുള്ളത്. ഒന്ന്, ഖദർ നിഷേധിക്കുന്ന ആളുകളുണ്ട്, ഖദർ നിഷേധിക്കുന്ന ആൾക്കാർ, അവരോട് നീ ഒരിക്കലും തർക്കിക്കരുത്. അത് നിനക്ക് നിന്റെ പാപം അധികരിപ്പിക്കും. നീ ഒരിക്കലും ഈ ഗോളശാസ്ത്രം പഠിക്കരുത്, കാരണം അത് നിന്നെ ജ്യോത്സ്യപ്പണിയിലേക്ക് എത്തിക്കും. നീ ഒരിക്കലും സലഫുകളെ ചീത്ത വിളിക്കരുത്, കാരണം ആ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മുഖം കുത്തി നിന്നെ നരകത്തിൽ വീഴ്ത്തും. ആരാ സലഫുകൾ എന്ന് വെച്ചാൽ പ്രവാചകന് ശേഷമുള്ള ആ ഉത്തമ നൂറ്റാണ്ടിലുള്ള ആളുകളാണ് സലഫുകൾ എന്ന് പറയുന്നത്. അവരെ ചീത്ത വിളിക്കരുതെന്നാണ്. അതാണ് ഇബ്നു അബ്ബാസ് നൽകാനുള്ള ഉപദേശം എന്ന് പറയുന്ന അപ്രകാരമാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് ഇസ്ലാമിന്റെ ഉപദേശം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾ ഓതിക്കേൽപ്പിച്ച ആയത്തെ, അത് പ്രവാചകന്റെ വസിയ്യത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 3 ആയത്തുണ്ട് ഖുർആനിൽ. സൂറത്ത് അൻആമിലെ 181, 182, 183 ആയത്തുകളാണ്. അതും സാമ്പത്തികമായ വിഷയത്തെ കുറിച്ചല്ല, 10 കാര്യങ്ങളെ കുറിച്ചാണ് അല്ലാഹു തആല വസിയ്യത്ത് ചെയ്യുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഒന്ന്, ശിർക്ക് ചെയ്യരുതെന്ന. രണ്ടാമത്തത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മൂന്നാമത്തത്, നിങ്ങൾ മക്കളെ ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് മക്കളെ നിങ്ങൾ കൊല്ലരുത്. നാലാമത്തത്, മോശമായ കാര്യങ്ങളിലേക്ക്, നീചവൃത്തികളിലേക്ക് നിങ്ങൾ അടുക്കരുത്. അഞ്ചാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വധിക്കൽ നിഷിദ്ധമാക്കിയ ശരീരങ്ങളെ നിങ്ങൾ വധിക്കരുത്. ആറാമത്തത്, യതീമിന്റെ മുതലുമായി നിങ്ങൾ സമീപിക്കരുത്, അതിന് നിങ്ങൾ അടുക്കരുത്. ഏഴാമത്തത്, നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കണം. എട്ടാമത്തത്, ഒരു കാര്യം നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഒരു വിഷയത്തിൽ നിങ്ങൾ ഇടപെടുമ്പോൾ നീതിയോടുകൂടിയായിരിക്കണം. ഒമ്പതാമത്തത്, അള്ളാഹുവുമായുള്ള കരാറിനെ നിങ്ങൾ പാലിക്കണം. പത്താമത്തെ അവസാനത്തത്, വൻഹാദാ സിറാത്തി മുസ്തഖീമ, ഇതിന്റെ നേരെ ചൊവ്വയായ ഒരു പാതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇരുന്നിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്ന സഹാബാക്കൾക്ക്. പള്ളിയൊന്ന് മണലാണ്. നബി ഒരു വില ഇങ്ങനെ വിരക്കുകയുണ്ടായി. ഇത് പറഞ്ഞു, ഇതാണ് ഒരു മാർഗം, ഇതാണ് യഥാർത്ഥമായ മാർഗം. അതിന് വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും ഒക്കെ മുത്തുനബി കുറെ വില വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് മറ്റു മാർഗങ്ങളാണ്, മറ്റു വഴികളാണ്. ആ ഓരോ വഴിയുടെയും അവസാനത്ത് ഓരോ പിശാച് ഇരിക്കുന്നുണ്ട്. എന്നാൽ വന്നഹാദാ സിറാത്തി മുസ്തഖീമുൻ ഫത്തബിഊ, യഥാർത്ഥമായ മാർഗം എന്ന് പറയുന്ന ഒരു മാർഗമാണ്, അതാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരരുത്, അപ്പോൾ നിങ്ങൾ വഴിവെച്ചു പോകുന്ന. ഈ 3 ആയത്തുകൾ അവസാനിക്കുന്നത് ദാലിക്കും വസ്സാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ, ദാലിക്കും വസ്സാക്കും ബിഹി ലഅല്ലക്കും തദക്കറൂൻ, ദാലിക്കും വസ്സാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ 3 ആയത്തുകൾ പ്രവാചകന്റെ വസിയ്യത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വസിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പോ ഒരു സംശയം ഉണ്ടാവും, അപ്പൊ സാമ്പത്തികമായ വസിയ്യത്തുകൾ തീരല്ലേ? ഉണ്ട്. ഇസ്ലാമിൽ അതിന് ചില നിയമങ്ങളുണ്ട്. ഒന്നാമത്തെ നിയമം, ഒരാൾ മരണപ്പെട്ടാലേ അദ്ദേഹത്തിന് സമ്പത്ത് ചെയ്യേണ്ടത് 4 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന് മറവ് ചെയ്യാനുള്ള കാര്യം അതിൽ നിന്ന് എടുക്കണം, ഒന്നാമത്തത്. രണ്ടാമത്തത്, പിന്നീട് അദ്ദേഹത്തിന് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടണം. മൂന്നാമത്തത്, വസിയ്യത്തുണ്ടെങ്കിൽ വസിയ്യത്ത് നടപ്പാക്കണം. നാലാമത്തത്, എന്നിട്ട് ബാക്കിയുണ്ടെങ്കിലാണ് അത് ഓരി വെക്കേണ്ടത്. ആദ്യം തന്നെ ഓരിക്കലല്ല, ഇതിന്റെ ക്രമം അതാണ്. ഒന്നാമത് അയാളെ മറവ് ചെയ്യാനുള്ള ചെലവ് അതിൽ നിന്ന് എടുക്കുക. അത് കഴിഞ്ഞാൽ കടമുണ്ടെങ്കിൽ കടം വീട്ടുക. വിശുദ്ധ ഖുർആനെ വസിയ്യത്തിനെയാണ് മുൻകിപ്പിച്ചത് ഖുർആനില്. പക്ഷേ അല്ലാഹു റസൂൽ ഈ ആയത്ത് നമുക്ക് വിശദീകരിച്ചു തന്നത്
കടത്തിനെയാണ് മുന്തിപ്പിക്കേണ്ടതെന്നാണ്. എന്താ കാരണം? എന്താണ്? കടം ഇയാൾ മറ്റൊരാളിൽ നിന്ന് വാങ്ങി അനുഭവിച്ചതാണ്. വസിയത്ത് പറഞ്ഞാലോ അത് വസിയത്ത് ചെയ്യപ്പെട്ടാൽ കൂടിയ പിന്നെ അതുകൊണ്ട് ചെലവൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം കടത്തിനെയാണ് മുന്തിപ്പിക്കേണ്ടത്. അത് കഴിഞ്ഞു വസിയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വസിയത്ത് നടപ്പാക്കുക. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ആ സ്വത്ത് ഊരി വെക്കേണ്ടത്. അതെ, വസിയത്ത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ആ വസിയത്ത് രേഖപ്പെടുത്തി വെക്കുകയും വേണം. രണ്ടാളുകൾ അതിന് സാക്ഷികൾ ഉണ്ടായിരിക്കുകയും വേണം. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അതെ, വസിയത്തിൽ അനീതി പാടില്ല. എന്താ വസിയത്തിൽ അനീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വസിയത്തിൽ അനീതി കാണിക്കുക എന്ന് പറഞ്ഞാൽ വൻ പാപമായി കൂടെ നബി എഴുതി പറഞ്ഞത്. അഥവാ 1/3 വസിയത്ത് ചെയ്യല് അനീതിയാണ്. നിയമപ്രകാരം സ്വത്ത് കിട്ടാൻ അവകാശമുള്ള ആൾക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല. ബാപ്പ മക്കൾക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല. എന്താ കാരണം? മക്കൾക്ക് എന്തുണ്ട്? നിയമപ്രകാരം സ്വത്ത് കിട്ടുന്നവരാണ് അവര്, ഉള്ളവർക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല. പിന്നെ ആർക്കാ വസിയത്ത്? നിയമപ്രകാരം സ്വത്ത് കിട്ടാൻ ചില തടസ്സങ്ങൾ ഉണ്ടാകും. പക്ഷെ അവർക്ക് ജീവിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ വരുമ്പോഴേ അവർക്കുള്ളതാണ് ഈ വസിയത്ത് എന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ തന്നെ 1/3 ആകാനും പാടില്ല. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു സഅദുൽ മുആദ് അദ്ദേഹം ഹജ്ജത്തുൽ വിദായിൽ മുത്തനബി അദ്ദേഹത്തെ സന്ദർശിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, രോഗിയായി കിടക്കുക മക്കയിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷെ എന്നെ അനന്തരം എടുക്കാൻ ആകെ ഒരു മകള് മാത്രമേ ഉള്ളല്ലോ. അവിടെ പ്രവാചകരെ എന്റെ സ്വത്തിന്റെ 2 ഭാഗം ഞാൻ ധർമ്മം ചെയ്യട്ടെ, വസിയത്ത് ചെയ്യട്ടെയോ? നീ പറഞ്ഞില്ല, പറ്റൂല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്നാൽ അതിന്റെ പകുതി ഞാൻ വസിയത്ത് ചെയ്യട്ടെ? പറ്റൂല. എന്നാൽ 1/3 വസിയത്ത് ചെയ്യട്ടെ? അപ്പൊ നബി പറഞ്ഞു, 1/3 അത് ധാരാളമാണ്. കാരണം നീ വസിയത്ത് ചെയ്തു പോയാൽ നിന്റെ മക്കളുണ്ടാവും, പാവങ്ങളായ മക്കള്. ആ മക്കളെ നീ സമ്പന്നന്മാരായി വിട്ടേക്കലാണ്. ആ മക്കളെ നീ മറ്റൊരുത്തിന് മുമ്പിൽ കൈ നീട്ടി ജീവിക്കാൻ അനുവദിക്കുന്നതിനേക്കാളേറെ നിനക്ക് ഏറ്റവും നല്ലതെന്നാ. അതിനാൽ 1/3 വസിയത്ത് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നിയമപ്രകാരം സ്വത്ത് കിട്ടുന്ന ആൾക്ക് വസിയത്ത് ചെയ്യാനും പാടില്ല. ഇനി മക്കൾക്ക് ദാനമായി നൽകി വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? എല്ലാ മക്കൾക്കും ഒരേപോലെ കൊടുക്കണം. ഒരു മകന് മാത്രമേ, ഒരു മകൾക്ക് മാത്രം കൊടുക്കുന്നത് അനീതിയാണ്. മഹാനായ ബഷീർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഒരു മകന് ഒരു അടിമനെ കൊടുത്തു, ഒരു അടിമ പുരുഷൻ. അവിടെ ഭാര്യയോട് പറഞ്ഞു, നീ എനിക്കതിന് സാക്ഷി നിൽക്കണം. അവർ പറഞ്ഞു, ഞാനിത് തയ്യാറല്ല. മുത്ത് നബിയുടെ അടുക്കലേക്ക് പോകാൻ നമുക്കത് നബിയോട് നമുക്ക് ചോദിക്കാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണെങ്കിലോ ഞാനതിന് സാക്ഷി നിൽക്കാമെന്ന. പോയി നബിയുടെ അടുക്കലേക്ക് ചെന്നു. അത് അനസ് ചോദിച്ചു, ബഷീർ, താങ്കൾക്ക് നുഅ്മാനല്ലാത്ത മറ്റു മക്കളുമുണ്ടോ? എനിക്ക് വേറെ മക്കളുമുണ്ട്. നിങ്ങൾ ഈ നുഅ്മാൻ കൊടുത്ത അതേപോലെ മറ്റു മക്കൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുത്തിട്ടില്ല. എന്നാൽ താങ്കളുടെ മക്കൾ എല്ലാവരും ഒരേപോലെ നിങ്ങൾക്ക് നന്മ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു മകൻ മാത്രം നന്മ ചെയ്യാനും മറ്റു മക്കൾ നന്മ ചെയ്യാതിരിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്? അല്ല. അതിനാൽ എല്ലാ മക്കളും നിങ്ങൾ ഒരേപോലെ പെരുമാറാൻ ഏറ്റവും നല്ലത് എല്ലാ മക്കളെയും നിങ്ങൾ ഒരേപോലെ കാണുക എന്ന. അല്ലാന്നുണ്ടെങ്കിലോ അത് കാണിക്കുന്ന ഒരു അനീതിയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കാര്യം. അതാണ് ഞാൻ പറഞ്ഞല്ലോ, നിയമപ്രകാരം സ്വത്ത് കിട്ടാൻ അവകാശമുള്ള ആളുകൾക്ക് അവർക്ക് എന്തില്ല? വസിയത്ത് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു പറഞ്ഞേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും അവരവരുടെ അവകാശങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പല വസിയത്ത് ബാധിക്കും. അതിനാൽ നിയമപ്രകാരം സ്വത്ത് കിട്ടുന്നയാൾക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. അതിന്റെ സാമ്പത്തികമായ സ്വത്തുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളാണ് അവിടെയും അനുവദനീയമാണ്. അതും എന്ത് ചെയ്യാം, നമ്മൾക്ക് ആ പറഞ്ഞ രൂപത്തിൽ നമുക്ക് അനുവദിക്കാം. അതിന് എന്തില്ല, കുഴപ്പങ്ങളില്ല എന്ന് സൂചിപ്പിക്കാനാണ് ആ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അതെ, ഇവിടെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി ഈ വിഷയമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രോഗ സന്ദർശനം നടത്തുക എന്നുള്ളതാണ്. രോഗികൾ നമ്മൾ സന്ദർശിക്കും. ഒരാൾ രോഗിയായാൽ മറ്റുള്ളവർക്ക് ചില ബാധ്യതകളുണ്ട്. ഒരാൾ രോഗിയായി, എന്നാൽ അവിടെയുള്ള മറ്റു മുസ്ലിമീങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി.
ജനാസയെ അനുഗമിക്കാനും ഒരാൾ തുമ്മി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനക്ക് മറുപടി കൊടുക്കുവാനും എന്നെ വിശദീകരിക്കാൻ പിന്നെയാണ്. അതായത് തുമ്മിയിട്ട ഒരാള് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മാത്രമാണ് മറ്റേ ആള് യർഹമുക്കല്ലാ എന്ന് പറയേണ്ടത്. നബിയുടെ വെച്ചിട്ട് ആൾ തുമ്മി, എന്നിട്ട് അല്ലാഹു റസൂല് യർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൾ തുമ്മി, അയാൾ അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇയാൾ നബിയോട് പരാതി പറഞ്ഞു, നബിയെ, എന്റെ കൂട്ടുകാരനായ അയാൾ തുമ്മിയപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി, ഞാൻ തുമ്മിയപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലല്ലോ. അവൻ നബിന് പറഞ്ഞു, അതെ, നിന്റെ കൂട്ടുകാരൻ തുമ്മിയിട്ട് റബ്ബിനെ സ്തുതിച്ചു, അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. താങ്കൾ തുമ്മി, പക്ഷെ താങ്കൾ എന്ത് ചെയ്തില്ല, താങ്കൾ അല്ലാഹുവിനെ സ്തുതിക്കുകയുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എന്ന. അപ്പോ അൽഹംദുലില്ലാ പറഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഇയാള് യർഹമുക്കല്ലാ എന്ന് പറയേണ്ടത്. അതേപോലെ സത്യം ചെയ്താൽ ആ സത്യം നടപ്പാക്കാൻ നബി ഞങ്ങൾ കൽപ്പിക്കുകയുണ്ടായി. അവിടെയും തീർന്നില്ല. മദ്ലൂമി, പീഡിപ്പിക്കപ്പെട്ടവനെ സഹായിക്കാൻ നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യത്തിൽ ക്ഷണിച്ചാലേ ആ ക്ഷണം സ്വീകരിക്കാനും നബി ഞങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. സലാമിനെ പ്രചരിപ്പിക്കാനും അല്ലാഹു റസൂൽ കൽപ്പിച്ച കാര്യങ്ങൾപ്പെട്ടതാണ്. ഒന്നെന്താണ്, രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതാണ്. പറഞ്ഞു, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള ബാധ്യതകൾ 6 കാര്യമാണ്. ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്തുൻ. ഒന്നാമത്തെ എന്താണ്, രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതാണ്. മാത്രവുമല്ല, നാളെ പരലോകത്ത് പടച്ചിറപ്പ് പറയും, അത്ര യബ്നാദം, അല്ലയോ ആദമിന്റെ പുത്ര, മനുഷ്യ, മരിമുത്തു ഫലം തൗദിനി, ഞാൻ രോഗിയായപ്പോൾ എന്തേ നീ എന്നെ സന്ദർശിക്കാൻ വരാതിരുന്നത്? അള്ളാഹ് പറയാം, നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ രോഗിയായിരുന്നു, എന്തേ നീ എന്നെ സന്ദർശിക്കാൻ വരാതിരുന്നത്? ആ സമയത്ത് മനുഷ്യൻ ചോദിക്കും, അത്ര യാ റബ്ബ് കൈഫ അഊദുക, ഞാൻ എങ്ങനെ നിന്നെ സന്ദർശിക്കുക? വഅൻത റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവല്ലേ, ലോകരക്ഷിതാവ് രോഗിയാവുകയോ, നീ രോഗിയായതിനെ സന്ദർശിക്കുകയോ? അതെങ്ങനെ റബ്ബേ എന്ന് മനുഷ്യപുത്രൻ ചോദിക്കും അത്ര റബ്ബിനോട്. ആ സമയത്ത് അള്ളാഹ് പറയും, അമാലിം തന്നബി ഫുലാൻ മരിദ ഫലം തഉദു, നിനക്കറിയില്ലേ നിന്റെ നാട്ടിൽ ഇന്ന ആൾ രോഗിയായപ്പോൾ എന്തേ നീ അവനെ സന്ദർശിക്കാതിരുന്നത്? അതെ, എന്താ നീയെ നിന്റെ നാട്ടിൽ ഇന്ന ആ രോഗിയായപ്പോൾ നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവന്റെ പക്കൽ നിനക്കെന്നെ കാണാമായിരുന്നു. യബ്നാദം, അല്ലയോ ആദം അമ്മന്റെ പുത്ര, ഞാൻ വിശന്ന് പറഞ്ഞവനായിരുന്നു, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല. ആ സമയത്ത് അവൻ ചോദിക്കുമത്ര, റബ്ബേ നീ എങ്ങനെ വിശക്കുന്നവനായത്? ഞാനെങ്ങനെ നിനക്ക് ഭക്ഷണം നൽകുക? നീ റബ്ബുൽ ആലമീനല്ലേ. ആ സമയത്തും അള്ളാഹ് പറയുമത്രേ, നിന്റെ നാട്ടിലെ ഇന്ന അടിമ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെടുകയുണ്ടായി, പക്ഷെ നീ കൊടുത്തില്ല. നീ മനസ്സിലാക്കണം, നീ അവന് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് അവന്റെ പക്കൽ എന്നെ കാണാമായിരുന്നു. യബ്നാദം, വീണ്ടും അള്ളാഹ് പറയത്രേ, അല്ലയോ മനുഷ്യപുത്ര, ഞാൻ നിന്നോട് വെള്ളത്തിന് ആവശ്യപ്പെട്ടു, പക്ഷേ നീ എനിക്ക് വെള്ളം നൽകിയില്ല. അപ്പോഴും ആ മനുഷ്യൻ പറയട്ടെ, റബ്ബ് നീ എന്നോട് വെള്ളത്തിന് ആവശ്യപ്പെടുകയോ? നീ റബ്ബുൽ ആലമീനല്ലേ, ഞാൻ എങ്ങനെ നിനക്ക് വെള്ളം നൽകുക? ആ സമയത്ത് റബ്ബ് പറയുന്നത് എന്താ വെച്ചാൽ, അതെ, എന്റെ ഇന്നാലിന്റെ അടിമ നിന്നോട് വെള്ളത്തിന് ആവശ്യപ്പെട്ടു, നീ കൊടുത്തില്ല. ആ സമയം നീ വെള്ളം കൊടുത്തിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു. എന്ന് വെച്ചാൽ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് പടച്ചിറപ്പിന് ഭക്ഷണം കൊടുക്കുന്നവനെ പോലെയാണ്. ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുന്നത് റബ്ബിന് വെള്ളം കൊടുക്കുന്നവനെ പോലെയാണ്. രോഗിയായ സന്ദർശിക്കുക എന്നുള്ളത് അതെ റബ്ബുൽ ആലമീനെ സന്ദർശിക്കാൻ തുല്യമായിക്കൊണ്ടാണ് അല്ലാഹു റസൂൽ നമ്മെ തെര്യപ്പെടുത്തിയത്. അപ്രകാരമാണ്. അതിനാൽ രോഗസന്ദർശനം എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്, പാവപ്പെട്ടവന്റെ രോഗിയുടെ അവകാശമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു റസൂൽ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ, ഒരു മുസ്ലിമായ രോഗിയെ സന്ദർശിക്കുകയാണ്, രാവിലെ സന്ദർശിക്കുന്നത്, എന്നാലോ അദ്ദേഹത്തിന് വൈകുന്നേരമാകുന്നത് വരെ 70,000 മലക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അത്രേ. അല്ലാഹു റസൂൽ പറയാം, 70,000 മാലാക്കന്മാര് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തത് എന്താണ്? ഇയാള് ഒരു രോഗിയെ സന്ദർശിച്ചതാണ്. ഇനി ഒരാൾ വൈകുന്നേരമാണ് സന്ദർശിച്ചതെങ്കിലോ നേരം പുലരുന്നത് വരെ അദ്ദേഹത്തിന് വേണ്ടി 70,000 മാലാക്കന്മാര് പ്രാർത്ഥിക്കും. അത് മാത്രമല്ല, അയാൾക്ക് നാളെ സ്വർഗത്തിൽ പഴങ്ങളും ഉണ്ടായിരിക്കും. സ്വർഗത്തിൽ പഴങ്ങൾ ഉണ്ടാകാറ് അത് സ്വർഗത്തിലായിരിക്കും ഉണ്ടാവുന്ന അർത്ഥം. അത് ചെയ്ത നന്മ എന്താണ്? രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതാണ്. അതിനാൽ രോഗസന്ദർശനം എന്ന് പറയുന്നത് രോഗികളല്ലാത്ത മറ്റുള്ള ആളുകളുടെ മേൽ
നിർബന്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഒത്തിരി പറഞ്ഞു, ഇന്നൽ മുസ്ലിം മുസ്ലിം, ഒരാള് അദ്ദേഹത്തിന് മുസ്ലിമായ സഹോദരനെ സന്ദർശിച്ചാൽ അയാള് മടങ്ങി വരുന്നത് വരെ സ്വർഗത്തിന്റെ പഴങ്ങളിലുള്ള കൊലയിലാണ്. പഴങ്ങളുടെ കൊല എന്ന് വെച്ചാൽ അർത്ഥം മടങ്ങി വരുന്നത് വരെ അയാൾ സ്വർഗത്തിലാണ്. നബിയോട് ചോദിച്ചു, നബി ഈ കൊല എന്ന് പറഞ്ഞാൽ എന്താ? അതിന് പറിച്ചെടുക്കാനുള്ള പഴങ്ങളാണെന്നാ. മുസ്ലിം ഒരിക്കൽ ഇതേപോലെ ഇരിക്കുമ്പോൾ നബി ചോദിച്ചു, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തില് സുന്നത്ത് നോമ്പ് പിടിച്ചു വന്ന ആളാരുണ്ട്? സിദ്ദീഖുൽ പറഞ്ഞു, അനയാ സൂദ നബിയെ, ഞാൻ നോമ്പ് വിട്ടുകൊണ്ടാണ് സദസ്സിലേക്ക് വന്നത്. നബി ചോദിച്ചു, മിസ്കീനൻ, ഇന്ന് നിങ്ങളിലെ ഒരു പാവപ്പെട്ടവനെ സഹായിച്ചവനാരുണ്ട്? ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവനാരുണ്ട്? അപ്പോഴും സിദ്ദീഖുൽ പറഞ്ഞത്രേ, അനയാ റസൂലല്ലാഹ്, നബിയെ ഞാന് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നബി ചോദിച്ചു മൂന്നാമതായി, മരീദൻ, ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചുകൊണ്ട് ഇതിലേക്ക് വന്നയാൾ ആരാണ്? അപ്പോഴും പറഞ്ഞത്രേ, മഹാനായ അബൂ റളിയല്ലാഹു അൻഹു, അനയാ റസൂല നബി ഞാനാ. നാലാമതായി നബി ചോദിച്ചു, ഇന്ന് മൻ തബിയ മിൻകും യൗമ ജനാസ, ഇന്ന് ഈ കൂട്ടത്തിലെ ഒരു ജനാസയുടെ കൂടെ പോയ ആളുണ്ട്? ആ സമയത്ത് അബൂ റളിയല്ലാഹു പറഞ്ഞത്രേ, നബി ഞാനുണ്ട്. ഈ 4 കാര്യങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് മുത്തനബി പറഞ്ഞൊരു കാര്യം, ഈ 4 കാര്യങ്ങൾ ആരെയുണ്ടോ അവൻ സ്വർഗത്തിൽ പോകാതിരിക്കുകയില്ല എന്നാണ്. സ്വർഗത്തിൽ കിടക്കുന്നല്ല, സ്വർഗത്തിൽ പോകാതിരിക്കുകയില്ല എന്നാണ്. ഈ 4 കാര്യങ്ങള് നമ്മളെ കൊണ്ടും കഴിയുന്ന കാര്യങ്ങളാണ്. രോഗിയെ സന്ദർശിക്കുക, ഒരു ജനാസയുടെ കൂടെ പോവുക, അതേപോലെ പിന്നെ സുന്നത്ത് നോമ്പ് നോക്കുക, പാവപ്പെട്ടവനോ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഇനി സന്ദർശിക്കുന്ന രോഗിയുടെ അടുക്കൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലത് മാത്രമേ പറയാവൂ. ഒരു രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ വേണ്ടാത്ത സംസാരിക്കാൻ പാടില്ല. കാരണം നിങ്ങള് ഈ പറഞ്ഞു, ഇത് അഹലത്തുൽ മയ്യിത്ത ഔവൽ മരീദ, നിങ്ങൾ രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മരണപ്പെടുന്ന സന്ദർശിച്ചാൽ ഫഖൂലു ഖൈറ, നല്ലത് മാത്രമേ പറയാവൂ. കാരണം എന്താണ്? ഫഇന്നൽ മലായികത യുഅ്മിനൂന അലാ മാ തഖൂലൂൻ, കാരണം നിങ്ങൾ പറയുന്ന കാര്യത്തിന് റബ്ബിന്റെ മാലാഖമാർ ആമീൻ പറയുന്ന. നമ്മൾ രോഗിയെ സന്ദർശിച്ചു, അവിടെ ചുറ്റി നമ്മളിങ്ങനെ മോശമായിട്ട് പറയുകയാണെങ്കിൽ റബ്ബിന്റെ മാലാഖമാർ ആമീൻ പറയാം. നേരെ വെച്ച് നല്ലത് പറഞ്ഞാലോ, അതെ, ആ മാലാഖമാർ ആമീൻ പറച്ചില് നമ്മളും കൂടി ഉൾപ്പെടുമെന്നർത്ഥം. മറ്റൊരു കാര്യം, സമയം കുറക്കണം. ഒരുപാട് സമയം നമ്മൾ നിൽക്കരുത് രോഗിയെ സന്ദർശിക്കുമ്പോൾ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നമ്മൾ പോന്നിട്ട് വേണ്ടി വരും അയാളുടെ ഡ്രസ്സ് ഒന്ന് മാറ്റി കൊടുക്കാൻ, നമ്മൾ പോന്നിട്ട് വേണ്ടി വരും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ, നമ്മൾ പോന്നിട്ട് വേണ്ടി വരും അദ്ദേഹത്തിന് ഉറങ്ങാൻ. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരുപാട് സമയം സന്ദർശന സമയം ദീർഘിപ്പിക്കരുത്. മറ്റൊരു കാര്യമാണ്, രോഗിയോട് നമ്മൾ ആഗ്രഹങ്ങൾ അന്വേഷിക്കണം. അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ചെയ്തു കൊടുക്കുകയും വേണം. നബി സന്ദർശിക്കുന്ന രോഗിയെ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? നീ കേക്ക് ആവശ്യമുണ്ടോ? കേക്ക് റസൂല് ഒരു കേക്ക് എത്തിച്ചു കൊടുക്കുകയില്ല. ശരീരത്തിന് ഹാനികരമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പാടില്ല. രോഗിയെ സന്ദർശിച്ചു, എനിക്ക് എന്തെങ്കിലും ആണോ വെച്ചു, എടാ സിഗരറ്റിൽ ഒരുപാട് കാലേക്ക് നീ സിഗരറ്റ് വാങ്ങി കൊടുക്കരുത്, കാരണം അത് ശരീരത്തിന് ഹാനികരമായ കാര്യങ്ങളാണ്. അങ്ങനെയല്ല, നേരെ മറിച്ച് ശരീരത്തിന് പ്രയാസമുണ്ടാകാത്ത, മതപരമായ കാര്യങ്ങൾക്ക് എതിരല്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് നൽകാവുന്നതാണ്, ചെയ്തു കൊടുക്കാവുന്നതാണ്. അതേപോലെ രോഗിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, രോഗിയുടെ പേര് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അല്ലാഹു റസൂലേ സയ്യിദുള്ളാഹി സന്ദർശിച്ചപ്പോ ഈ പ്രാർത്ഥിച്ച കാര്യങ്ങളും അല്ലാഹുമ്മ ശ്ഫി സഅദൻ, അല്ലാഹുമ്മ ശ്ഫി സഅദൻ, അല്ലാഹുമ്മ ശ്ഫി സഅദ, അല്ലാഹുവേ സഅദിന് നീ ശമനം നൽകണേ എന്ന് അല്ലാഹു റസൂൽ 3 പ്രാവശ്യം ആവർത്തിച്ചാവർത്തി പ്രാർത്ഥിക്കുകയുണ്ടായി. മാത്രമല്ല റസൂൽ പറഞ്ഞു, മൻ ആദ മരീദൻ, ഒരാള് ഒരു രോഗിയെ സന്ദർശിക്കുകയാണ്, അയാള് അവധി എത്തിയിട്ടില്ല, ഭരിക്കാറായിട്ടില്ല, എന്നിട്ട് ആ രോഗിയുടെ അടുക്കൽ വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യസ്ഫീക എന്ന് 7 വട്ടം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ രോഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മുക്തി കൊടുക്കുന്ന, ശിഫ നൽകുമെന്നാണ് റസൂലുള്ളാഹിന്റെ വാക്കപ്രകാരമാണ്. ഇങ്ങനെ അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യസ്ഫീക എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും അർത്ഥം, മഹാനായ റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമസ്ഥനായ റബ്ബേ നീ ഇദ്ദേഹത്തിന് ശിഫ നൽകണേ എന്നാണ് ആ പ്രാർത്ഥന അർത്ഥമത. മൂന്നാമതായി മറ്റൊരു പ്രാർത്ഥന പ്രകാരമാണ്, ലാ ബഅസ തുഹൂർ ഇൻഷാ അല്ലാഹ്, അങ്ങനെ പ്രാർത്ഥിക്കണം. ലാ ബഅസ്, കുഴപ്പമില്ല, അത് ഉദ്ദേശിക്കുകയാണെങ്കിൽ തുഹൂറാണ്, ശുദ്ധിയാണ് എന്നാണ് അതിന്റെ അർത്ഥമത. മറ്റൊരു പ്രാർത്ഥന പ്രകാരമാണ്, അല്ലാഹുമ്മ റബ്ബൻ നാസി മുദ്ഹിബൽ ബഅസ് അൻത ശാഫി ഇശ്ഫി അൻത ശാഫി ലാ ശിഫാൻ ഇല്ലാ ശിഫാഉക
ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അല്ലാഹു ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, നീ രോഗങ്ങളെ ഇല്ലാതെയാക്കുന്നവനാ. നീയാണ് ശാഫി, അഥവാ നീയാണ് രോഗശമനം നൽകുന്നവൻ. നിന്റെ ശമനമല്ലാത്ത ഒരു ശമനവുമില്ല. അതിനാൽ രോഗത്തിന് അല്പം പോലും ബാക്കി വെക്കാത്ത രൂപത്തിൽ ഈ ദേഹത്തിന്റെ രോഗം സുഖപ്പെടുത്തണേ റബ്ബേ. ഈ പ്രാർത്ഥനകളൊക്കെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതേപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രോഗിയോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം. സാധാരണഗതിയിൽ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മളൊക്കെ ചെല്ലുമ്പോൾ എന്താ പറയാ, രോഗി നമ്മോട് പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടും, പ്രാർത്ഥിക്കാം. എന്നാൽ ചെല്ലുന്ന സന്ദർശിക്കുന്ന ആളുകള് അയാളോട്, രോഗിയോട് നമുക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. കാരണം എന്താ പറയുന്നത്, അതാ റസൂൽ പറയാം, ഇതാ ദഖൽതാരാമരീമിൻ, നിങ്ങൾ രോഗികൾക്ക് പ്രവേശിച്ചാൽ ആ രോഗിയോട് നിങ്ങൾ പറയണം എന്തിന്, അയ്യദൂലക്ക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കാരണം എന്താണ്, കാരണം രോഗിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് മലക്കുടെ പ്രാർത്ഥനയ്ക്ക് തുല്യമാണ്. അല്ലാതെ മാലാക്കന്മാർ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് തുല്യമാണ് രോഗിന്റെ പ്രാർത്ഥന എന്നാ. അപ്പൊ എന്ത് ചെയ്യണം, അവരോട് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം. അതേപോലെ മറ്റൊരു കാര്യമാണ്, മരണാസന്നനാണെങ്കിൽ അഥവാ മരിക്കാൻ കിടക്കുന്ന രോഗിയാണ്, മരണാസന്നനാണ്, നീ ഒരിക്കലും എണീറ്റ് വരിക നമുക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിലോ ആ സമയത്ത് നമ്മൾ ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കണം. പറഞ്ഞ പ്രകാരമാണ്, മരണാസന്നർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കണം. കാരണം എന്താണ്, ഏതെങ്കിലും ഒരാള് അവസാനത്തെ അദ്ദേഹത്തിന്റെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അയാൾ സ്വർഗത്തിലാണെന്നാ നമുക്കൊരാഗ്രഹം ഉണ്ടാകും. അവസാന സമയത്ത് ചെല്ലിയാ പോലെ എന്നുള്ളത്, അതിനാ തൗഫീഖ് എന്ന് പറയാം. ആ തൗഫീഖ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തൗഫീഖ് രണ്ട് രൂപത്തിലാണ്. ഒന്ന് തൗഫീഖു ദലാലത്തി വൽ ഇർശാദ്, നന്മയിലേക്കുള്ള വഴി കാണിച്ചു തരിക. അതാണ് അമ്പിയാക്കന്മാരുടെ ജോലി, അതാണ് അതേ ദായികളുടെ ജോലി, അതാണ്. എന്നാൽ രണ്ടാമത്തെ തൗഫീഖ് ഉണ്ട്, അത് തൗഫീഖ് ഹിദായത്താണ്. ആ ഹിദായത്ത് അത് അള്ളാന്റെ കയ്യിൽ മാത്രമാണ്. ആ തൗഫീഖ് നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പൊ ചോദിച്ചാതാ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇനി നമ്മൾ ചോദിക്കാനിരിക്കുന്നതും അതാണ്. അത് അള്ളാന്റെ കയ്യിൽ മാത്രമാണ്. അവിടെ അള്ളാഹു റസൂൽ പറഞ്ഞത്, നേരം വെളുക്കുമ്പോൾ കാഫറായ മനുഷ്യന് വൈകുന്നേരമാകുമ്പോ മൂമിനായിട്ട് മരിക്കുക, വൈകുന്നേരമോ മൂമിനായ മനുഷ്യൻ, വൈകുന്നേരം വരെ മൂമിനായ മനുഷ്യൻ കാഫറായിട്ട് മരിക്കുക, അത് വല്ലാത്തൊരവസ്ഥയാണ്. അതിനാൽ ആ തൗഫീഖ് ഉണ്ടല്ലോ, തൗഫീഖുൽ ഹിദായ, അതാണ് നമ്മൾ റബ്ബിനോട് എല്ലാ സമയത്തും ചോദിച്ചുകൊണ്ടിരിക്കണപ്പോഴാ. അതുകൊണ്ടാ, അതിന്റെ പ്രത്യേകത കൊണ്ടാണ് ഒരു മനുഷ്യൻ നിർബന്ധമായും അല്ലാഹുവിനോട് നിർബന്ധമായി 17 പ്രാവശ്യം ചോദിക്കുന്നത് കൊണ്ടാണ്. കാരണം എന്താണ്, വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്, ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ അല്ലാഹു റസൂലേ ധാരാളമായി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയുണ്ട്. അതിപ്രകാരമാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലയോ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന രക്ഷിതാവേ, എന്റെ മനസ്സിനെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേനാ. നബിയോട് സഹാബത്ത് ചോദിക്കുകയുണ്ടായി, എല്ലാ പ്രവാചകരെയും നിങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലോ ഇത്. നബിന് കാരണമായി പറഞ്ഞ എന്താ നിങ്ങള്? അതെ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ റബ്ബിന്റെ വിരലുകൾക്കിടയിൽ നിന്ന് 2 വിരലുകൾക്കിടയിലാണ്. അപ്പോൾ അവർ ഉദ്ദേശിച്ച സമയത്ത് വേണ്ടിയിലേക്കാം അതിനെ മാറ്റിമറിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുന്ന. അതാ ഞാൻ പറഞ്ഞത്, രാവിലെ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരം കാഫറായിട്ട് മരിക്കാം, വൈകുന്നേരം കാഫറായ മനുഷ്യന് രാവിലെ മുഅ്മിനായിട്ട് മരിക്കാൻ പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ടാണ് റബ്ബിനോട് ചോദിക്കേണ്ടത്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന രക്ഷിതാവേ, എന്റെ മനസ്സിനെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പറയാനുള്ള കാരണം അതാ. ഇനി ഒരാൾ സന്ദർശിക്കുന്നത് കാഫിറായ രോഗിയാണെങ്കിലോ കാഫിറിനെ സന്ദർശിക്കാം, അമുസ്ലിമിനെ സന്ദർശിക്കാം. അങ്ങനെയാണെങ്കിലോ മുസ്ലിം ആകാൻ വേണ്ടി ആവശ്യപ്പെടുക എന്നുള്ളത് ഒരു ഇസ്ലാമിന്റെ സുന്നത്താണ്. അല്ലാഹു റസൂലേ മുത്തനബിന്റെ അയൽവാസിയായ ജൂതനായ കുട്ടിയുണ്ടായിരുന്നു. നബി അദ്ദേഹത്തെ സന്ദർശിക്കുന്നുണ്ട്. എന്നിട്ടോ നബി പറഞ്ഞു, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ലിം തസ്ലിം, മോൻ നീ മുസ്ലിം ആവ്, എന്നാൽ എനിക്ക് രക്ഷപ്പെടാനാണ്. ആ സമയത്ത് ആ കുട്ടി തന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ പറഞ്ഞു, അത്തിയാബുൽ ഖാസിം, നീ നബിനെ അനുസരിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അഥവാ ആരാധനയ്ക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്നും, നബിയെ താങ്കൾ അള്ളാന്റെ പ്രവാചകനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക. ആ സമയത്ത് നബി അവിടെ നിന്ന് ഇറങ്ങിപ്പോണ എങ്ങനെയാ നിങ്ങൾ? അൽഹംദുലില്ലാഹി ലദീ അൻഖദഹു മിനൻ നാർ, നരകത്തിൽ നീ കുട്ടിയെ രക്ഷപ്പെടുത്തി രക്ഷിതാവേ, നിനക്കാണ് സർവസ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ അവരെന്ത് ചെയ്യാം? ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം. മറ്റൊരു സംഭവം ഇപ്രകാരമാണ്. മുത്തനബിന്റെ മൂത്താപ്പയായിരുന്ന അബൂ ത്വാലിബ്, അല്ലാഹു റസൂല് ഉമ്മന്റെ വയറ്റിൽ ആയിരുന്നപ്പോൾ
ബാപ്പ മരണപ്പെട്ടു പോയി. നബിക്ക് 6 വയസ്സായപ്പോൾ ഉമ്മയും മരണപ്പെട്ടു പോയി. പിന്നെ നബി നോക്കിയിരുന്നത് ആരാണ്? വല്ലിപ്പയായിരുന്നു. ആ നബിക്ക് മുഹമ്മദിന് 8 വയസ്സ് പ്രായമായപ്പോൾ വല്ലിപ്പയും മരണപ്പെട്ടു. ശേഷം അല്ലാഹുവിന്റെ റസൂലിനെ നീണ്ട 35 വർഷക്കാലം നോക്കിയത് അദ്ദേഹത്തിന്റെ മൂത്താപ്പയായിരുന്ന അബൂത്വാലിബായിരുന്നു. അബൂത്വാലിബ് മുസ്ലിം ആയിരുന്നില്ല. പക്ഷെ അബൂത്വാലിബ് മുസ്ലിമായി കാണാൻ നബിക്ക് എത്ര ആഗ്രഹം ഉണ്ടായിരുന്നു പറയുന്നത്. അദ്ദേഹം മദ്നാസിനെ കിടക്കുമ്പോ നബി അവിടെ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നബി പറയുന്നുണ്ട് അബൂത്വാലിബിനോട്, മുത്താപ്പാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, എന്നാൽ ഞാൻ റബ്ബിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തർക്കിച്ചു നോക്കാം. അബൂത്വാലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി വലതുഭാഗത്തേക്ക് തിരിക്കും. അവിടെ മുഹമ്മദ് നബി ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇടതുഭാഗത്ത് ശത്രു നേതാക്കന്മാർ മുഴുവനും ഉണ്ട്. അബൂജഹലുണ്ട്, ഉത്ബയുണ്ട്, ശൈബയുണ്ട്, എല്ലാ നേതാക്കന്മാരുണ്ട്. അവർ ചോദിക്കും, അത്തർബലിമില്ലെത്തി അബ്ദുൽ മുത്തലിബ്, ഇതുവരെ താങ്കൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഈ സമയത്ത് നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മാർഗം വെറുത്തുകൊണ്ടാണോ മരിക്കുന്നത്? ആ സമയത്ത് ഇദ്ദേഹം ഇങ്ങോട്ട് തിരിയും. അപ്പൊ നബി പറയും, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം അദ്ദേഹം മരിച്ചത് അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലായിക്കൊണ്ട് എന്ന ഈ സമയത്ത് ഇറങ്ങിയ ഒരു ആയത്താണത്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ വഹുവ അലീമുൽ ബിൽ മുഹ്തദീൻ. പ്രവാചകരെ, താങ്കൾ ഉദ്ദേശിക്കുന്ന ആളുകളെ സ്വർഗത്തിലാക്കാൻ, സന്മാർഗത്തിലാക്കാൻ താങ്കൾക്ക് സാധ്യമല്ല. എന്നാൽ അള്ളാഹുവാണ് അവരുദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുക. റബ്ബിനാണ് ആരാണോ സന്മാർഗം പ്രാപിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അഥവാ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം, അതിലേക്ക് ക്ഷണിക്കാം. എന്നാലോ മദ്നാസനായ രോഗിയെ ചില നാട്ടിലുണ്ട്. മദ്നാസനായ രോഗിയെ കിബിലക്ക് നേരെ കട്ടുന്ന സമ്പ്രദായം ചില നാട്ടിലുണ്ട്. ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. അതിന് കൃത്യമായി ഒരു രേഖയുമില്ല. ഒരു സഹിഹ ഹദീസിലും ആ വിഷയം വന്നിട്ടില്ല. മാത്രമല്ല സലഫുകൾ എതിർത്തിട്ടുമുണ്ട്. മഹാനായ സഈദുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് മദ്നാസനായി കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ ബോധം ഇങ്ങനെ പൂണുണ്ട്, തിരിച്ചിട്ടുണ്ട്. അവിടെ അബൂ സലമത്തുൽ അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വിരിപ്പൊന്ന് ഇങ്ങനെ കട്ടിയിലെ കിബിലത്ത് നേരെ തിരിക്കാൻ വേണ്ടി നോക്കുക. ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, അബ്ദുൽ വിറാശി, നിന്റെ കട്ടിൽ ഇങ്ങനെയായിരുന്നല്ലോ കടന്നിരുന്നത്, അത് ഇങ്ങനെയായിരുന്നല്ലോ കടന്നിരുന്നത്, നിങ്ങൾ എന്തെന്നെ മാറ്റിയോ? അപ്പോ അവർ പറഞ്ഞു, അതെ മാറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, ആരോട്? അബൂ സലമയോട് ഇദ്ദേഹം പറയാം, സയ്യിദ് മുസയ്യിബ് പറയാം, അറഹുബി അമരിക്ക, ഇത് ചിലപ്പോൾ നിങ്ങൾ ചെയ്തതായിരിക്കാനല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ ഞാനാണ് അപ്രകാരം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ആ സമയത്ത് അദ്ദേഹം ആദ്യം ഇട്ട രൂപത്തിലേക്ക് തന്നെ ആ കട്ടിൽ മാറ്റാൻ വേണ്ടി പറഞ്ഞ സംഭവം കാണുന്നുണ്ട്. അതിനാൽ മദ്നാസനിലായ ആൾക്കാരെ കിബിലയെ നേരെ കെട്ടുന്നതിന് പ്രത്യേകിച്ച് ഹദീസുകളൊന്നുമില്ല. എന്നാൽ റൂമിലെ സൗകര്യം അപ്രകാരമാണെങ്കിൽ അങ്ങനെയാക്കാമെന്നല്ലാതെ അത് പ്രത്യേകമായി ഹദീസിൽ വന്ന കാര്യമൊന്നുമല്ല. അതേപോലെ നമ്മൾ പറഞ്ഞല്ലോ ഷാഫിയിൽ ചൊല്ലി കൊടുക്കാന്നുള്ളത്. അതേപോലെ മദ്നാസനിലായ ആളുകൾക്ക് വെള്ളം കൊടുക്കാമെന്ന് പറയുന്ന ഒരൊറ്റ ഹദീസും എവിടെയും കാണുന്നില്ല. പക്ഷേ ഒരു മാനസികമായ പരിഗണന എന്നുള്ള നിലക്ക് വെള്ളം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങള് അത്രമാത്രം ദാഹമായിരിക്കും അത്രേ ആ സമയത്ത് ഉണ്ടാവുക. പണ്ഡിതന്മാര് പറയാറുണ്ട്, ലോകത്തുള്ള 7 സമുദ്രത്തിലെ വെള്ളം കൊടുത്താലും ദാഹം മാറില്ല അത്രേ. കാരണം അത്രമാത്രം ദാഹമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ എന്തില്ല, വെള്ളം കൊടുക്കണമെന്ന് പറയുന്ന ഹദീസുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ലക്കിനും മൗത്തോക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുത്തോ എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. പക്ഷേ വെള്ളം കൊടുക്കണമെന്ന് പറയുന്ന ഹദീസുകൾ എന്തില്ല, കാണുന്നില്ല. അതിനാൽ വെള്ളം കൊടുക്കുക എന്നുള്ളത് മാനസികമായി ഒരു മനുഷ്യധർമ്മം എന്നുള്ള നിലക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്നല്ലാതെ അത് പറയുന്ന ഹദീസുകൾ മറ്റൊന്നുമില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. 1-2 കാര്യങ്ങൾ കൂടി. അങ്ങനെ മരണം ബോധ്യപ്പെട്ടു കഴിഞ്ഞാലോ, മരിക്കാമെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അയാളുടെ കണ്ണ് നമ്മൾ ചിമ്മിക്കൊടുക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അപ്രകാരമാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണ് ഞാൻ നിലതെറ്റുകയാണ്. ആ സമയത്ത് നബി അദ്ദേഹത്തിന്റെ കണ്ണ് ഞാൻ ചിമ്മിക്കൊടുത്തു. നബി പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബിദ തബിഅൽ ബസർ, ഒരാളെ റൂഹ് പിടിക്കപ്പെട്ടാൽ അയാളെ കണ്ണ് അതിന്റെ പിന്നാലെ പോകുന്ന, റൂഹ് പിടിക്കപ്പെട്ടാൽ ആ മനുഷ്യന്റെ കണ്ണ് ആ റൂഹിന്റെ പിന്നാലെ പോകും. ആ സമയത്ത് അബൂ സലമയുടെ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കള് അവർ വാവിട്ട് കരയാൻ തുടങ്ങി. ആ സമയത്ത് നബി പറഞ്ഞു, നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത്, നന്മയ്ക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കരുത്. കാരണം എന്താണ്, ഇവിടെ മാലാക്കന്മാരുണ്ടാകും,
ആ മാലാക്കന്മാർ നിങ്ങൾ പറയുന്നത് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ അല്ലാഹു റസൂല് അബൂ സലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കണം. اللهم اغفر لأبي سلمة وارفع درجته في المهديين واخلفه في أقبيم الغابرين واغفر لنا وله يا رب العالمين واغفر له في قبره ونذر له فيه എന്ന ആ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആരെയാണോ സന്ദർശിക്കുന്നത് അത് പേര് പറഞ്ഞുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമയെ സന്ദർശിച്ചപ്പോഴാണ് അബൂ സലമിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചത്. അല്ലാഹുവേ, അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ, അദ്ദേഹത്തിന്റെ പദവി ഉയർത്തി കൊടുക്കണേ റബ്ബേ, അതെ നീ പകരക്കാരെ പിൻതലമുറയിൽ ഉണ്ടാക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ. ലോകരക്ഷിതാവേ റബ്ബ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ഖബർ നീ പ്രകാശമൂലിതമാക്കി കൊടുക്കണേ, പ്രകാശമുണ്ടാക്കി കൊടുക്കണേ ഖബറിൽ എന്നുള്ള പ്രാർത്ഥന ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന പ്രാർത്ഥനയാണ്. അത് നമ്മൾ മനഃപ്പാഠമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ രണ്ടാമത്തെ കാര്യം, മൃതദേഹത്തിന്റെ മുകളില് ആ മൃതദേഹം മുഴുവനും മറയുന്ന രൂപത്തിൽ ഒരു വസ്ത്രമിടുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. മുത്തുനബി അപ്രകാരമാണ് ചെയ്തത്. മറ്റൊരു കാര്യം, പക്ഷേ ഇഹ്റാമിലാണ് മരിച്ചതെങ്കിലോ അയാളെ തലമറക്കാൻ പാടില്ലാത്തതാണ്. ഇബ്നു അബ്ബാസ് പറയുന്നു, ഞങ്ങൾ അറഫയിൽ നിൽക്കുന്ന സമയത്ത് ഒരാള് അദ്ദേഹത്തിന്റെ വാഹനത്തുമെന്ന് വീണ് കഴുത്ത് പൊട്ടിയിട്ട് അദ്ദേഹം മരിക്കുകയുണ്ടായി. അപ്പൊ നബി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയാം, നിങ്ങൾ അദ്ദേഹത്തിനെ വെള്ളം കൊണ്ട് കുളിപ്പിക്കുക, താളി കൊണ്ട് കുളിപ്പിക്കുക, നിങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ ആ ഉംറക്കുണിയത്തിന് അദ്ദേഹത്തിന് മറവ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് സൗന്ദര്യം പൂച്ചരുത്, തല മറക്കരുത്, മുഖവും മറക്കരുത്. കാരണം എന്താണ്? കാരണം നാളെ പരലോകത്ത് അദ്ദേഹം വരിക തെൽബിയ ചെല്ലുവനായിക്കൊണ്ടായിരിക്കുന്ന തെൽബിയ ചൊല്ലിക്കൊണ്ടാണ് ആള് ഇഹ്റാമിലായി മരണപ്പെട്ടയാള് വരിക. അങ്ങനെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം മറക്കരുതെന്ന് മുത്തുനബി അതിന്റെ കാരണമായി പറയുകയുണ്ടായി. അതേപോലെ മരണപ്പെട്ടയാളുടെ ഈ വയറ്റിന്മേല് എന്തെങ്കിലും ഒരു ഭാരം വെക്കുക എന്നുള്ളത് നല്ലതാണ്, സുന്നത്തായ കാര്യമൊന്നുമല്ല. അതായത് ഒരു ചാവി പോലത്തെ സാധനങ്ങൾ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിലുള്ള സാധനങ്ങളെ ഇങ്ങോട്ട് പുറത്തേക്ക് പോരാൻ വേണ്ടിയിട്ടാണ്. താടി തലയോട് കെട്ടുക, കാലുകൾ പരസ്പരം കെട്ടുക, ചന്ദനത്തിൽ കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ ആവശ്യമാണ്, ചെയ്യാവുന്നതാണ്. കാരണം വെച്ചാല് മരണം നടന്നതാണല്ലോ, നമ്മളറിയാതെ കാട്ടം പുറത്തു പോകല, നമ്മളറിയാതെ മൂത്രം പുറത്തു പോകല, അപ്പോ വാസനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യാം, അവിടെ നമുക്ക് സൗന്ദര്യങ്ങൾ ഉപയോഗിക്കാം, ചന്ദനത്തിൽ കത്തിച്ചു വെക്കാം, പോലത്തെ കാര്യങ്ങൾ ചെയ്യാവുന്ന. അതേപോലെ വായ നമ്മൾ ആ സമയത്ത് മൂടിക്കെട്ടിയിട്ടില്ലാണെങ്കിൽ അത് തുറന്നുകൊണ്ടേയിരിക്കും. കണ്ണും നമ്മൾ പൂട്ടിക്കൊടുത്തിട്ടില്ലാണ്ടെങ്കിൽ, ചിമ്മിക്കൊടുത്തിട്ടില്ലാണ്ടെങ്കിൽ ആ കണ്ണ് തുറന്നുകൊണ്ടേയിരിക്കും. അതേപോലെ പ്രായമുള്ള ആൾക്കാർക്ക് മരിക്കുമ്പോഴേ ഈ നീർത്താൻ കഴിയാത്ത കൈകൾ ഉണ്ടാവും. ആ കൈകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൂഹ് പോകുന്ന ആ സന്ദർഭത്തിൽ തന്നെ പൊടിച്ച് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കണം, അത് നീട്ടി വെക്കണം. ആ സമയത്ത് ഏത് വളഞ്ഞ കാലാണെങ്കിലും ഏത് വളഞ്ഞ അവയവങ്ങളാണെങ്കിലും അത് നേരെ വരും. പക്ഷെ ആ കഴിഞ്ഞാലോ, ചൂടായി കഴിഞ്ഞാലോ പിന്നീട് അതൊരിക്കലും നിർത്താൻ കഴിയില്ല. പിന്നെ സാധിക്കപ്പെട്ടുണ്ടെങ്കിൽ കുടിപ്പിക്കുന്ന സന്ദർഭത്തിൽ ചൂടുവെള്ളം ചിലപ്പോൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പൂർണ്ണമായിട്ട് നീളൂല. അതിനാൽ മരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ നിർത്തേണ്ടത് എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, എത്രയും പെട്ടെന്ന് മറവ് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. വിശ്വാസനം ജീവിച്ചിരിക്കുക സഹാബത്ത് നബിയെ പോലും അറിയിക്കാതെ നബി സഹാബത്ത് മറവ് ചെയ്തിട്ടുണ്ട്. നബിയൊക്കെ പള്ളിയിൽ വരിക, അപ്പൊ നബി ചോദിച്ചു, അല്ല ആ പള്ളി അടിച്ചു വരുന്ന സ്ത്രീ എവിടെയാണ്? അവര് പറഞ്ഞു, നബിയെ മരിച്ചല്ലോ. എന്നിട്ട് എന്ത് ചെയ്യും? ഞങ്ങൾ പറയുന്നു. അപ്പൊ എന്തെങ്കിലും ഇന്നറിയിക്കാൻ എന്തേ? നിങ്ങൾ ഉറങ്ങിയിരുന്നു നബി, നിങ്ങൾ പ്രയാസമാവും നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ള. മറ്റൊരു സന്ദർഭം ഇപ്രകാരമാണ്, നബി ഇങ്ങനെ കബർ കൂടെ നടന്നു നോക്കിയപ്പോൾ പുതിയ കബർ കാണാനിടയായി. അപ്പൊ നബി ചോദിച്ചു, ഇതാര കബറ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് നബി നമ്മളെ പള്ളി അടിച്ചു വരുന്ന കറുത്ത സ്ത്രീ ഉണ്ടായിരുന്നില്ലേ, അവർ ഇന്നലെ ഉച്ച സമയത്ത് അവര് മരിച്ചു. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും അറിയിക്കാതിരുന്നത്? നബി നിങ്ങൾക്ക് നോമ്പായിരുന്നു, നിങ്ങൾ ഉച്ച ഉറക്കിലായിരുന്നു, നിങ്ങൾ പ്രയാസമാവും, ഞങ്ങൾ പേടിച്ചു, അവിടെ ഞങ്ങൾ ചെയ്തതാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പക്കലുണ്ടായിരിക്കെ നിങ്ങൾ ആര് മരണപ്പെട്ടാലും എന്നെ അറിയിക്കാൻ നിങ്ങൾ മറുപടി ചെയ്യരുത്. കാരണം അവർക്ക് വേണ്ടിയുള്ള എന്റെ നമസ്കാരം അത് അവർക്ക് വേണ്ടിയുള്ള കരുണയുടെ ഭാഗമാണ്, അവർക്ക് വേണ്ടിയുള്ള ഗുണമാണ് എന്ന് അല്ലാഹു റസൂൽ പറയേണ്ടത്. അതിനാൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദീർഘിപ്പിക്കാൻ സമയം എന്ത് ചെയ്യാൻ പാടില്ല, വൈകിപ്പിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് മറവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സഹിയായ കാര്യം. അതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
പിന്നെ ഈ ഇത് വിഷയം സംബന്ധമായിക്കൊണ്ടേ ത്വൽഹാത്തുബ്നു പറയാണ്, അദ്ദേഹം രോഗിയാണ്. ആ രോഗിയായ സന്ദർഭത്തിൽ നബി അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞു, ത്വൽഹ പടുത്ത് മരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മരണപ്പെട്ട നിങ്ങൾ അറിയിക്കണം, നിങ്ങൾ ധൃതി കാണിക്കണം. കാരണം ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജഡത്തിനെ നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ മുമ്പിൽ ഒരുപാട് സമയം വെക്കാൻ പാടില്ല എന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. 3 കാര്യങ്ങൾ അത് നബി എന്നോട് പറഞ്ഞതാ. 3 കാര്യങ്ങൾ നിങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല. ഒന്ന്, നമസ്കാരം സമയമായാൽ അത് പിന്തിപ്പിക്കാൻ പാടില്ല. രണ്ടാമത്തത്, ഒരു മരണപ്പെട്ടാല് മറവ് ചെയ്യാൻ പിന്തിപ്പിക്കരുത്. മൂന്നാമത്തത്, ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയാൽ വിവാഹം കഴിക്കാൻ നിങ്ങൾ വൈകിക്കരുത്. അതേപോലെ ഒരു വിധവയെ നിങ്ങൾ വിവാഹം കഴിക്കാൻ വൈകിക്കരുത് എന്ന എല്ലാ റിപ്പോർട്ടുകളുമുണ്ട്. അപ്പോ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ മറവ് ചെയ്യാൻ വേണ്ടി നോക്കുക. ചില ആളുകൾ ഉണ്ടാകും, അതായത് മക്കൾ ഗൾഫിലാണ്, ഒരു വരട്ടെ എന്ന് പറഞ്ഞ സമ്പ്രദായങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവര് വരാൻ വേണ്ടി മയ്യത്തെടുത്ത് വെക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ സുന്നത്തല്ല. പിന്നെ അതേപോലെ തന്നെ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ മറവ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ശരീഅത. അഥവാ വിദേശത്ത് മരിച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവരലല്ല, ഇവിടെ മരിച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് സുന്നത്തല്ല. നേരെ മറിച്ച് എവിടെയാണോ മറവ് ചെയ്തത് മരിച്ചത് അവിടെ മറവ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സുന്നത്ത്. ഇൻഷാ അല്ലാഹ് ബാക്കി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല